ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരായനം എന്ന നോവലിൻ്റെ 6ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം. നിങ്ങൾ എടുക്കേണ്ട ചേട്ടത്തി എടുത്തു തരും. അണ്ടർവെയർ ഇട്ടിട്ടുണ്ടോ? കുഞ്ഞുമോനച്ചവന് മറുപടി പറയാൻ ജാലിയായി. ചേട്ടത്തി അതോടെ ഒരെണ്ണം എടുത്തോ. ഇതെന്നാ ഇടപാടാ? ഞാനെന്നാ കുറ്റം ചെയ്തിട്ടാ? കുഞ്ഞുമോനച്ചായൻ ചെറുത്തുന്നു. കഞ്ചാവ് കടത്തിയെന്ന് ഓഫീസർ പറഞ്ഞു. ഇല്ല, കുഞ്ഞുമോനച്ചായൻ ശക്തമായി നിഷേധിച്ചു. ഒരിക്കലുമില്ല. അതെന്താ? ഞാൻ എൻ്റെ വണ്ടി കമ്പത്ത് കൊണ്ടുപോയി പൊളിച്ചു വിറ്റിട്ട് വർഷം 22 കഴിഞ്ഞു. പിന്നെ എങ്ങനെ അതേ കഞ്ചാവ് കടത്തുന്നത്? അതെന്താ പൊളിച്ചു വിൽക്കാൻ കാരണം? നല്ല കണ്ടീഷനുള്ള ജീപ്പല്ലായിരുന്നു. അതൊരു പഴയ വണ്ടിയായിരുന്നു. എന്നാലും പൊളിച്ചു വെക്കുക ആരെങ്കിലും? ആ ജീപ്പിൽ വെച്ച് കൊലപാതകം പോലെ നടന്നിട്ടുണ്ടാവും. കുഞ്ഞുമോനച്ചായൻ്റെ ഉടലിനുള്ളിൽ ഒരു നടുക്കുണ്ടായി. മുഖത്തെ ചോരമയം മാഞ്ഞു വിളറി. അധ്യായം 20. സൂസമ്മ അലക്കി തേച്ച് മടക്കിയ തൂവള്ള സിൽക്ക് ജുബ എടുത്തുകൊണ്ടെന്ന് ഹാളിലേക്ക് വന്നു. കുഞ്ഞുമോനച്ചായനിരുന്ന് വേർക്കുന്നത് കണ്ടിട്ട് അവർ തലയ്ക്ക് മുകളിലേക്ക് നോക്കി. ഉവ്, ഫാൻ കറങ്ങുന്നുണ്ട്. ഇതാ ഷർട്ട് വന്നു. അത് വാങ്ങിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കുഞ്ഞുമോനച്ചായൻ ഒരു പഴുത് കിട്ടിയതുപോലെ പെട്ടെന്ന് എഴുന്നേറ്റു. സൂസമ്മയുടെ കയ്യിൽ നിന്നും ജുബ വാങ്ങി അതിൻ്റെ മടക്കുകൾ നിവർത്താൻ തുടങ്ങി. വിരലുകൾ വരച്ചിട്ട് ബട്ടൺസ് എടുക്കാൻ പറ്റുന്നില്ല. ഇതെന്നാ പറ്റിയതാ? കൈക്കൊരു വേറ? സൂസമ്മ ശുദ്ധഗതിക്ക് ചോദിച്ചു. കുഞ്ഞുമോനച്ചായൻ ഭാര്യയെ തറപ്പിച്ചെന്ന് നോക്കി. സൂസമ്മ ബട്ടൺ വിടർത്താൻ സഹായിച്ചു. കുഞ്ഞുമോനച്ചായന് ഒട്ടും ധൃതിയിലായിരുന്നു. സാറേ, ഞാൻ മൊബൈൽ എടുത്തോട്ടെ? മൊബൈലിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഏട്ടാ. ഞാൻ ഈ മുണ്ടും കൂടി മാറ്റിയെടുത്തോട്ടെ? കുഞ്ഞുമോൻ കൊഞ്ചി. ആ ശരി. പോലീസുകാർ കുഞ്ഞുമോനച്ചായന് ഡ്രസ്സ് മാറാനുള്ള സൗകര്യത്തിനായി കുറച്ച് മാറി നിന്നു. ഒരു പഴുത് കിട്ടിയപ്പോൾ കുഞ്ഞുമോനച്ചായൻ സൂസമ്മയോട് പറഞ്ഞു, നീ ഒതുക്കത്തിൽ ആ ഫോൺ എടുത്തോണ്ട് വാ. പിന്നെ നമ്മുടെ പ്രസിഡന്റിനെ വിളിച്ച് വിവരം പറഞ്ഞേക്കണം, എന്നെ പോലീസ് പിടിച്ചെന്ന്. കൊണ്ടുപോവാണോ? അതെന്ന്. എങ്ങോട്ടാ? അറിയാൻ മേല. എന്നാ ചെയ്തിട്ടാ? അതും അറിയാൻ മേല. നമ്മൾ പണ്ട് വിറ്റ ജീപ്പിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെന്നാണ് പറയുന്നത്. ചേട്ടാ മതി, പോകാം. പോലീസുകാർ വീണ്ടും അടുത്തേക്ക് വന്നു. ഞാൻ സ്റ്റേഷനിലോട്ട് വന്ന് ഹാജരായ പോലെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ നാട്ടുകാരറിഞ്ഞ നാണക്കേടാ. സാരമില്ല, കുറ്റം ചെയ്തിട്ടില്ലേ? എന്തായാലും നാട്ടുകാരറിയും. പത്രത്തിലൊക്കെ പേരും പടവും വാർത്തയും വരുമല്ലോ. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല സാറേ. നിങ്ങളുടെ പേരിലുള്ള ജീപ്പിൽ കഞ്ചാവ് കടത്തിയത് കുറ്റമല്ലേ? അങ്ങനെ ഒരു ജീപ്പില്ല സാറേ. ഒരുപാട് വർഷം മുമ്പേ പൊളിച്ചു വിറ്റെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഓടിക്കൊണ്ടിരുന്ന ജീപ്പ് പെട്ടെന്നൊരു ദിവസം പൊളിച്ചു വിൽക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അതൊരു പഴഞ്ചൻ വണ്ടിയായിരുന്നു. ടാക്സി ഓടി അതിൻ്റെ ചാറ് പിഴിഞ്ഞതാ. എപ്പോഴും പണിയോട് പണി. വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. അതിൻ്റെ റിപ്പയറിങ്ങിന് കൊടുത്ത് കാശുണ്ടായിരുന്നെങ്കിൽ വേറൊരു വണ്ടി മേടിക്കായിരുന്നു. അതുകൊണ്ടാണ് വിറ്റത്. പക്ഷെ സാറ് ചോദിച്ചത് ജീപ്പിനകത്ത് വെച്ച് കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നാ. മനസ്സാവാതെ അറിയാത്ത കാര്യത്തിന് ഞാനെന്നതാ പറയണ്ടേ? ഞങ്ങളത് വെറുതെ ചോദിച്ചല്ല. ചിലർ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച വാഹനം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പൊളിച്ചു വിൽക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ ചെയ്തതൊന്നും അറിയാനാ. വീണ്ടും കുഞ്ഞുമോനച്ചായനൊരു നടുക്കം വന്നു. സാറേ, ഞാൻ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ആളാണ്. എൻ്റെ മൂത്ത മോൾ അമേരിക്കയിലാണ്. അതിനിളയവൻ കാനഡയിലാണ്. ഏറ്റവും ഇളയവൻ കുവൈറ്റിലാണ്. സാറേ, നാട്ടുകാരോട് ചോദിച്ചോട്ടെ, കുഞ്ഞുമോൻ പരോപകാരിയാണോ അതോ കുഴപ്പക്കാരനാണോ എന്ന്? ഇപ്പോൾ പരോപകാരിയായിരിക്കും. 10-20 വർഷം മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോ. സാറേ, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഒരു കാലത്തും. നിങ്ങൾ 10-22 കൊല്ലം മുമ്പ് ഏലപ്പാറയ്ക്ക് ഒരു ഓട്ടം പോയിരുന്നു ആ ജീപ്പും കൊണ്ട്, ഓർക്കുന്നില്ലേ? പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചോദ്യം കേട്ട് കണ്ണിൽ ഹെഡ്ലൈറ്റ് അടിച്ചത് കാട്ടുപൂച്ചയെ പോലെ കുഞ്ഞുമോനച്ചായൻ മിഴിച്ചു നിന്നുപോയി. അന്ന് നിങ്ങളുടെ കൂടെ കൂട്ടിക്ക് സുഖുവല്ല ഉണ്ടായിരുന്നത്. ഏലപ്പാറ ബസ് സ്റ്റാൻഡിൽ രാത്രിയിൽ ചന്ദ്രബാബു എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് ജീപ്പിൽ കയറ്റി. പിന്നെ ആ ചന്ദ്രബാബുവിനെ നാട്ടുകാരും കണ്ടിട്ടില്ല, വീട്ടുകാരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ആര് പറഞ്ഞു സാറേ? ടാക്സി ജീപ്പ് ഉണ്ടായിരുന്ന കാലത്ത് ഏലപ്പാറയ്ക്ക് ഓട്ടം പോയിട്ടുണ്ടാവും. ഏലപ്പാറയ്ക്ക് മാത്രമല്ല സാറേ, കട്ടപ്പനയ്ക്കും കുമ്മളിക്കും പീരുമേട്ടിനും ഒക്കെ ഓട്ടം പോയിട്ടുണ്ട്. ചേട്ടൻ്റെ ടാക്സിയിൽ കയറുന്ന എല്ലാവരുടെയും പേര് ഓർത്തു വയ്ക്കാറുണ്ടോ? ഇല്ല. ആരെ കൊണ്ട് പറ്റും? പിന്നെന്താ ചന്ദ്രബാബു എന്നൊരാൾ തൻ്റെ ജീപ്പിൽ കയറിയിട്ടേ ഇല്ലെന്ന് പറഞ്ഞത്? സാർ, അത് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അയാളെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി എന്തോ ചെയ്തെന്ന് ഉദ്ദേശിച്ച് ചോദിക്കുന്നത്. കല്ലാറ്റുപടിക്കലെ ബാലകൃഷ്ണ മേനോൻ, ഹേമേന്ദ്രൻ, മങ്ങാട്ടുശ്ശേരി ജഗന്നാഥക്കുറുപ്പ്, ഹരീന്ദ്രൻ, ഇവരെയൊക്കെ പരിചയമുണ്ടോ? കുഞ്ഞുമോനച്ചായൻ്റെ മുഖം നിഴൽ വീണ പോലെ മങ്ങി. ആ വീട്ടുപേരൊക്കെ ഞാനിവിടെ കേട്ടിട്ടുണ്ട്. അല്ലാതെ ആൾക്കാരെ ഒന്നും എനിക്കറിയാൻ മേല. കുട്ടിക്കൽ സുഖു എന്നൊരാളെ അറിയാമോ? ഇല്ല സാറേ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല.
പോലീസ് ഓഫീസർ സഹപ്രവർത്തകരോട് ഒരാംഗ്യം കാട്ടി. രണ്ടുപേര് ഹാളിൽ നിന്ന് ഇറങ്ങി ജീപ്പിനടുത്തേക്ക് പോയി. ചേട്ടന് പ്രായമായി, ഓർമ്മ കിട്ടുന്നില്ല. പോരെങ്കിൽ 22 കൊല്ലം മുമ്പത്തെ സംഭവം. പക്ഷെ ചില അടയാളങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരും. പുറത്തേക്ക് പോയ പോലീസുകാരൻ വിലങ്ങിട്ട കൈകളോടെ ഒരാളെ ഹാളിലേക്ക് കൊണ്ടുവരുന്നത് കണ്ട് കുഞ്ഞുമോനച്ചായൻ പകച്ചു നിന്നു. ഇയാളെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? തെല്ല് പരിഹാസത്തോടെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു. കുഞ്ഞുമോനച്ചായൻ അതേ അമ്പരപ്പിൽ തന്നെ ഇല്ലെന്ന് നിഷേധിച്ച് തലയാട്ടി. ഇയാളെ കണ്ടിട്ടേ ഇല്ല. വീണ്ടും ഇല്ലെന്ന തലയാട്ടൽ. സുഗുവിന് ആളെ മനസ്സിലായോ? പോലീസ് സുഗുവിനെ നോക്കി. പിന്നെ എനിക്കറിയരുതോ? കുഞ്ഞുമോനച്ചായനെ അറിയാത്ത ആരാ ഇവിടെ ഉള്ളത്? കുഞ്ഞുമോനച്ചായൻ ദയനീയമായി സുഗുവിനെ നോക്കി. അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും സുഗു, പോലീസ് നിർദ്ദേശിച്ചു. ഞാനല്ല ഏറ്റുപറഞ്ഞു കുഞ്ഞുമോനെ. കല്ലാറ്റ് പഠിക്കക്കാരെ നിന്റെ ജീപ്പ് പണ്ട് ഓട്ടം വിളിച്ചതും ചന്ദ്രബാബുവിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ പല ദിവസങ്ങളും മുറിഞ്ഞപുഴയിലും ഏലപ്പാറയിലും കാത്തു കിടന്നതും ഒരു രാത്രി ഏലപ്പാറയിൽ നിന്ന് നമ്മളവനെ വിളിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയതും എല്ലാം പറഞ്ഞുപോയി. നീ ഇനി ഒന്നും അറിയത്തില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉള്ള സത്യം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ ആരെയും കൊന്നിട്ടില്ല, നീയും കൊന്നിട്ടില്ല, അതെനിക്കറിയാം. കുഞ്ഞുമോനച്ചായൻ തല കുനിച്ചു. അന്തം വിട്ടു നിന്ന സൂസമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അയാൾക്ക് ധൈര്യം ഉണ്ടായില്ല. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? പോലീസ് ഓഫീസർ കുഞ്ഞുമോനച്ചായൻ്റെ താടിക്ക് പിടിച്ച് ഉയർത്തിയിട്ട് ചോദിച്ചു. മറുപടിയില്ല. നിങ്ങൾ ചന്ദ്രബാബുവിൻ്റെ ടാക്സി ജീപ്പിൽ നിന്നും വിളിച്ചു കയറ്റിയ ദിവസം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? നമുക്കൊക്കെ മറക്കാൻ പറ്റാത്ത ചില ദിവസങ്ങളുണ്ടല്ലോ. ജനിച്ച ദിവസം, കല്യാണം കഴിച്ച ദിവസം, കുഞ്ഞുമോനുണ്ടായ ദിവസം, അങ്ങനെ ഒരാളെ കൊന്ന ദിവസം അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ദിവസം ഓർമ്മയില്ലെങ്കിലും മാസം ഏതാണെന്ന് പറഞ്ഞാലും മതി. വർഷം ഞങ്ങൾക്കറിയാം, 1996. കുഞ്ഞുമോനച്ചായൻ്റെ തല പിന്നെയും താണു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് രാജഗോപാൽ മുറിയിലേക്ക് വന്നു. ആരാണ് വിളിക്കുന്നതെന്ന് നോക്കി. ഫോൺ എടുത്തു ഹലോ പറഞ്ഞു. മറുവശത്ത് സന്ദീപായിരുന്നു. അങ്ങളെ, രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മിക്കവാറും ഇന്ന് തന്നെ ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്തേക്കും. സന്ദീപ് ഇപ്പോൾ എവിടെയാ? ഞാൻ കോട്ടയത്തുണ്ട്. ചന്ദ്രബാബു മിസ്സായ ഡേറ്റ് തപ്പിയെടുക്കാൻ വേണ്ടി പത്ര ഓഫീസ് വന്നത്. ഡേറ്റ് കിട്ടിയോ? ഇല്ല. പത്രത്തിൻ്റെ ലൈബ്രറി അരിച്ചു പെറുക്കിയിട്ടും ചന്ദ്രബാബു എന്നൊരാളെ കാണുവാനില്ല എന്നൊരു വാർത്ത ഒരിടത്തുമില്ല. വാർത്ത ഉണ്ടെങ്കിലല്ലേ ഡേറ്റ് അറിയാൻ പറ്റും. കാണാതായി എന്നുള്ള വാർത്തയൊക്കെ പ്രാദേശിക ലേഖന്മാരല്ലേ കൊടുക്കാറ്. അതൊക്കെ വേണ്ടപ്പെട്ടവരിടപെട്ട് മുക്കിക്കാണും. അതാണ് എൻ്റെ സംശയം. പൊൻകുന്നയം മുണ്ടക്കയം ഭാഗത്ത് ലോക്കൽ ന്യൂസ് പേപ്പറുകൾ ഉണ്ടായിരുന്നോ അക്കാലത്ത്? ചില ഭാഗങ്ങളിൽ ഈവനിങ് ഡെയിലികൾ ഉണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിൻ ചന്ദ്രബാബുവിനെ കാണാതാകലും അതിൻ്റെ പുറകിലെ ദുരൂഹതകളും എടുത്ത് ഫീച്ചർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. സാധ്യത തീരെയില്ല അങ്ങളെ. ഹേമേന്ദ്രൻ അന്ന് പൊൻകുന്നം CA ആയിരുന്നല്ലോ. ചന്ദ്രബാബുവിൻ്റെ അച്ഛനും മാളവിയും കൊടുത്ത പരാതി പോലും പൂഴ്ത്തിവെച്ചില്ലേ? ഒരു കാരണവശാലും ചന്ദ്രബാബുവിനെ സംബന്ധിച്ച ന്യൂസ് പത്രങ്ങളിലോ മാസികളിലോ വരാതിരിക്കാൻ അയാളും കല്ലാറ്റ് മെഡിക്കൽക്കാരും സകല മുൻകരുതലുകളും എടുത്തിട്ടുണ്ടായിരിക്കും. പോലീസ് അറസ്റ്റ് ചെയ്തവരെ അതേപ്പറ്റി വിവരമൊന്നുമില്ലേ? വർഷം കുറേയല്ലേ അങ്ങളെ. ഡേറ്റ് ഒന്നും അവർക്ക് ഓർമ്മയില്ല. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പണ്ട് പരാതി കൊടുത്ത പരാതിയുടെ ഒരു പാർപ്പ് അവിടെ ഉണ്ടാവണമല്ലോ, അല്ലിയുടെ കൈവശം. അത് പക്ഷെ മാളവിയുടെ വീട്ടുകാർ വന്നു കൊണ്ടുപോയതിനെതിരെയുള്ള പരാതിയാണ്. അതിൽ എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കാമോ? മുരിക്കാശ്ശേരി പോലീസ് അതെല്ലാം കൊണ്ടുപോയി. അല്ലിയുടെ കയ്യിൽ ഫോട്ടോ കോപ്പി ഉണ്ടാവണമല്ലോ. അങ്കിളൊന്ന് ചോദിക്കോ? ഞാൻ ഇത്തിരി ബിസിയാണ്, ഇവിടെ ബ്യൂറോയിലിരിക്കുക. ഒക്കെ ഞാൻ വിളിക്കാം. രാജഗോപാൽ കോള് കട്ട് ചെയ്തിട്ട് മുറി വിട്ടിറങ്ങി. അല്ലിമ അവളുടെ മുറിയിലുണ്ടായിരുന്നു. രാജഗോപാൽ അവളോട് സന്ദീപ് വിളിച്ച കാര്യം പറഞ്ഞു. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ആ ഡേറ്റിൽ മണിമലയിൽ നിന്ന് വന്ന ആളുകൾ അവരുടെ മകൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഡേറ്റും കൃത്യമല്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്തേക്കണത്. ആ സ്യൂട്ട് കേസ് പോലീസ് കൊണ്ടുവന്നു പോയില്ലേ? അതിലെന്തെങ്കിലും തെളിവുണ്ടായിരുന്നോ ആവോ? 1 മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. എൻ്റെ ഫോണിൽ കാണും. അമ്മയുടെ ചില ഡയറി കുറിപ്പൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് ഗാലറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലിമ പോയി കിടക്കയുടെ തലക്കിൽ വെച്ചിരുന്ന മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുവന്നു. 96-ലല്ലേ കാണാതായത്? അവൾ ഡയറി കുറിപ്പിൻ്റെ ഓരോ ഫോട്ടോ കോപ്പിയും പരിശോധിച്ചു. ഓരോ പേജുകളുടെയും ചിത്രങ്ങൾ നോക്കി. അതെല്ലാം അവൾ മാറ്റിവിട്ടു. 1996 ജൂലൈ 27 എന്ന തീയതി കുറിച്ച് ഡയറി പേജ് കണ്ട് അവൾ തെല്ലിട നിർത്തി. ഏട്ടൻ ഇതുവരെയും വന്നില്ലല്ലോ. ഇന്നലെയും നീയാതും വന്നില്ല. ഞായർ ഒഴിവാണെന്ന് പറഞ്ഞതായിരുന്നല്ലോ. ഇന്ന് രാത്രി എന്തായാലും വരേണ്ടതാണ്. മണി 12:15. ഈ തോരാത്ത മഴയത്ത് ഇന്നിന് വന്നില്ലെങ്കിലും വേണ്ടില്ലായിരുന്നു. ഒറ്റയ്ക്കല്ലേ, ഇനി എപ്പോൾ വരാനാ? കാണാഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാനും പറ്റണില്ല.
ഒരു സമാധാനം ഇല്ലല്ലോ ഈശ്വര. ആപത്തൊന്നും കൂടാതെ എൻ്റെ അരികിലോട്ട് എത്തിച്ചേരണേ. വായിക്കുന്നതിനിടയിൽ അല്ലമ്മയുടെ കണ്ണിൽ നനവൂറി. സ്ഥിരീകരണത്തിനായി അവൾ ജൂലൈ 28 ഡയറിക്കുറിപ്പ് നോക്കി. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കുഞ്ഞാപ്പൻ ചേട്ടൻ്റെ വീട്ടിൽ രാത്രി മുഴുവൻ പട്ടി കുരച്ചു. വെളുപ്പാങ്കാലത്ത് കാലം കൂവണതും കേട്ട് വല്ലാത്ത പേടി തോന്നി. ഏട്ടൻ എന്താ ഇന്നലെ വരാതിരുന്നേ? ശനിയാഴ്ച വരുന്നു പറഞ്ഞിട്ട് പോയതല്ലേ? അച്ഛൻ പറയണത് ഇന്ന് വരുമായിരിക്കും മോളെന്നാ. എൻ്റെ മനോവിഷമം ആരോട് പറയും? വല്ലാത്ത പേടി തോന്നും. അല്ലിമ്മ ജൂലൈ 29 ഡയറിക്കുറിപ്പ് ഒന്നുകൂടി നോക്കി. എന്നിട്ട് രാജഗോപാലിനോട് പറഞ്ഞു, അച്ഛൻ ജൂലൈ 27 അന്നാണ് മിസ്സായത്. ഇതിൽ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. 96 അല്ലേ? അതെ, സാറ്റർഡേ. ശരി, ഞാൻ സന്ദീപിനെ വിളിച്ചു വരട്ടെ. രാജഗോപാൽ മുറിവിട്ട് പോയി. അല്ലിമ്മ ഫോണിൽ ബാക്കി ഡയറിക്കുറിപ്പുകളിലേക്ക് കടന്നു. ഹേമേന്ദ്രൻ്റെ കാറ് റബ്ബർ തോട്ടത്തിന് നടുവിലൂടെ പാതയിലൂടെ കരിയിലുകൾ പറത്തി പാഞ്ഞെത്തുമ്പോൾ അഞ്ജന ഫോണിൽ സംസാരിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. വന്ന വാർഡ് ഡോർ തുറന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് പാഞ്ഞിറങ്ങിയിട്ട് അയാൾ അഞ്ജനയുടെ നേർക്ക് ചീറി. ഏതവനെയാണ് ഫോണിൽ വിളിച്ച് ചൊല്ലുന്നത്? അഞ്ജന അയാളുടെ കണ്ണുകളിലേക്ക് തുറിച്ചു നോക്കി. എന്താണ് ചോദിച്ചു കേട്ടില്ലേ? എൻ്റെ ബോയ് ഫ്രണ്ടിനെ. ഹേമേന്ദ്രൻ വലങ്കൈ വീശി അടിച്ചെങ്കിലും അഞ്ജന പെട്ടെന്ന് തലമാറ്റിയതിനാൽ ചെവിക്ക് മുകളിൽ കൂടി തലയിലൊന്ന് തൊട്ടുപോയതേ ഉള്ളൂ ആ അടി. ഹേമേന്ദ്ര, വാതുക്കൽ നിന്ന് ബാലകൃഷ്ണ മേനോന്റെ താക്കീതിൻ്റെ സ്വരം. എന്താ? അതാ ഞാനും ചോദിക്കുന്നത്. എന്താ പ്രശ്നം? നിനക്ക് തോന്നുമ്പോഴൊക്കെ അടിക്കാനുള്ളതാണോ എൻ്റെ മകളുടെ? കന്നത്തരം പറഞ്ഞ ആരായാലും അടിക്കും. എന്നാ നീ എന്നെ അടിക്ക്. എൻ്റെ നേർക്ക് കുറയ്ക്കണ്ട. തന്നെത്താൾ രക്ഷപ്പെടാനുള്ള വഴി ആദ്യം നോക്ക്. കുഞ്ഞുമോനെയും കുട്ടിക്കൽ സുഖനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കൊലപാതക കുറ്റത്തിന്. ബാലകൃഷ്ണ മേനോൻ അസ്തപ്രജ്ഞനായി നിന്നു. പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തു. തെറ്റുകുറ്റങ്ങളെല്ലാം അവർ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 2-2.5 മണിക്കൂറിനകത്ത് ഏതെങ്കിലും ഷട്ടറിലെത്താം. പോലീസ് ഇങ്ങോട്ട് വരുമോ? ബാലകൃഷ്ണ മേനോൻ്റെ ഒച്ച തളർന്നു. ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടാണ് വരേണ്ടത്? മങ്ങാട്ടുശ്ശേരിയിലോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വേഗം മാറിക്കോളാൻ. എടുക്കാൻ വല്ലതുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങണം. അതോ പോലീസിന് പിടികൊടുക്കാനാണോ അച്ഛന് താല്പര്യം? ചോദിച്ചിട്ട് ഹേമേന്ദ്രൻ അകത്തേക്ക് പാഞ്ഞുപോയി. ബാലകൃഷ്ണ മേനോൻ്റെ മനസ്സിൽ പലവിധ ഭയാശങ്കകൾ കടന്നുപോയി. ഈ വയസ്സുകാലത്ത് ഒളിവിൽ പോകണോ? എത്ര നാൾ? എന്നായാലും കീഴടങ്ങേണ്ടി വരില്ലേ? അഞ്ജന അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അച്ഛനെയും തേടി പോലീസ് വരുമോ? അവൾ ചോദിച്ചു. മറുപടി പറയാതെ ബാലകൃഷ്ണ മേനോൻ തിരിഞ്ഞ് മുറിയിലേക്ക് പോയി. അഞ്ജന അവിടെ തന്നെ നിന്നു. വലിയ ട്രോളി ബാഗിൽ എന്തൊക്കെയോ വാരി വലിച്ചിട്ട് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാനുള്ള മനസാന്നിധ്യമില്ലാതെ ഡ്രസ്സ് മാറി ബാലകൃഷ്ണ മേനോൻ ട്രോളി ബാഗും വലിച്ച് പുറത്തേക്ക് വന്നു. അപ്പോഴും അഞ്ജന സിറ്റൗട്ടിലുണ്ട്. അച്ഛൻ എങ്ങോട്ടാണ് പോണത്? എനിക്കറിയില്ല. എല്ലാം അവനെ ഒപ്പിച്ചതാ. ജയദേവൻ്റെ മകൻ. അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ലേ? ഇല്ലെന്നാ എൻ്റെ വിശ്വാസം. എങ്കിൽ പിന്നെ എന്തിനാ പോലീസിനെ ഭയന്ന് ഈ എളിച്ചോട്ടം? വിധിയായിരിക്കും. അപ്പോഴേക്കും ഉച്ചത്തിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രോളി ബാഗും ഷോൾഡർ ബാഗുമായിട്ട് ഹേമേന്ദ്രൻ സിറ്റൗട്ടിലേക്ക് വന്നു. കാറെടുത്തു ഹരീന്ദ്ര. നമുക്ക് ചിലപ്പോൾ 2 ദിവസം ക്യാമ്പ് ചെയ്യേണ്ടി വരും. എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് ഒട്ടും സേഫല്ല. ഓക്കെ, ഇറങ്ങിയിട്ട് വിളിക്ക്. കോള് കട്ട് ചെയ്തിട്ട് ഹേമേന്ദ്രൻ ബാലകൃഷ്ണ മേനോനോട് ചോദിച്ചു, ക്രെഡിറ്റ് കാർഡും ചെക്ക് ബുക്കും എടുത്തിട്ടുണ്ടോ? പൈസ ആവശ്യം വരും. അതെല്ലാം എൻ്റെ പേഴ്സണൽ കിറ്റിലുണ്ട്. എന്നാൽ കാറിലോട്ട് കയറിക്കോ. ഹേമേന്ദ്രൻ പോയി ഡിക്കി തുറന്നു. ബാലകൃഷ്ണ മേനോൻ ബന്ധപ്പെട്ട് ട്രോളി ബാഗ് സിറ്റോറിൽ നിന്ന് ഇറക്കി വലിച്ചു കൊണ്ടുപോയി ഡിക്കിയിൽ വെച്ചു. ഹേമേന്ദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് ചീറി. എന്താ താമസം? കയറ്. മകളെ ഒന്ന് നോക്കിയിട്ട് ബാലകൃഷ്ണ മേനോൻ കാറിൽ കയറി. സീറ്റ് ബെൽറ്റ് ഇടും മുമ്പേ ഹേമേന്ദ്രൻ കാർ മുന്നോട്ടെടുത്തു. അത് ഗേറ്റ് കടന്ന് കരിയില പറത്തി പറന്നു പോകുന്നത് നോക്കി അഞ്ജന സിറ്റൗട്ടിൽ നിന്നു. അധ്യായം 21. കല്ലാറ്റുപടിക്കൽ തറവാട്ടിൽ ഇന്ന് രാത്രിയും നാളെയും ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിലും താൻ തനിച്ചേ ഉണ്ടാകൂ എന്ന ഓർമ്മ അഞ്ജനയെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരുന്നു. പോലീസുകാരൻ്റെ വീടാണ്, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഭയം കള്ളന്മാരെയോ കാപാലികന്മാരെയോ ഓർത്തിട്ടില്ല. ഇനിയുള്ള ജീവിതത്തിൽ നിന്നും സുരക്ഷിതത്വം എന്ന അവസ്ഥ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു എന്ന തോന്നലാണ് മനസ്സിൽ. ഭർത്താവും അച്ഛനും വീട് വിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. എങ്ങോട്ടെന്നോ എന്തിനെന്നോ പറഞ്ഞിട്ടില്ല. താൻ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശമില്ല. രാത്രിയാവുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് അഞ്ജന ആലോചിച്ചു. അവൾ ഫോണെടുത്ത് മങ്ങാട്ടുശ്ശേരിയിലെ ഉണ്ണിമായെ വിളിച്ചു. മറുവശത്തു നിന്നും ഹലോ അഞ്ജു എന്ന് ഉണ്ണിമായുടെ ശബ്ദം കേട്ടു. മായേ, അവിടെ ആരൊക്കെയുണ്ട്? ഞാനും അമ്മയും ഉണ്ണിയും മാത്രമേ ഉള്ളൂ. അച്ഛനും മരിയേട്ടനും പുറത്തേക്ക് പോയി. എവിടെ പോയി? അതൊന്നും പറഞ്ഞില്ല. ആരുടെയോ ഫോൺ വന്നു. പെട്ടെന്ന് ഡ്രസ്സ് മാറി പെട്ടിയെടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് അച്ഛനും മോനും കൂടി സ്ഥലം വിട്ടു. മായയ്ക്ക് എന്തെങ്കിലും ഊഹം കിട്ടിയോ? കാര്യം എന്താണെന്ന്? ഇല്ല. അച്ഛനും മകനും കൂടി മുറിയിലടച്ചിരുന്ന് എന്തൊക്കെയോ രഹസ്യം പറഞ്ഞെന്ന് തോന്നുന്നു. എന്നാൽ കരുതിയിരുന്നോ ചിലപ്പോൾ പോലീസ് വന്നേക്കും. എന്താ ചേച്ചി?
ഇവിടുന്ന് അച്ഛനും ചേട്ടനും അതുപോലെ തന്നെ പെട്ടെന്ന് വീട് വിട്ടുപോയി. പോലീസിനെ ഭയന്ന് അവർ സ്ഥലം വിട്ടിരിക്കുന്നത്. അവരെങ്ങോട്ടാണ് പോയത്? ഏതെങ്കിലും റിമോട്ട് ഏരിയയിലേക്കായിരിക്കും. പെട്ടെന്ന് പോലീസിൻ്റെ കണ്ണെത്താത്ത ഇടത്തേക്ക്. അങ്ങനെ പോകേണ്ട കാര്യം എന്താ ചേച്ചി? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ വെയിറ്റ്, ഏതോ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു. നോക്കട്ടെ, പ്ലീസ് ഹോൾഡ്. ഓക്കെ മായ, പോലീസ് വെക്കട്ടെ, ഞാൻ വിളിക്കാം. കോള് കട്ട് ചെയ്തിട്ട് അഞ്ജന സിറ്റൗട്ടിലേക്ക് വന്നു. പോലീസിൻ്റെ സ്റ്റിക്കറും നെയിം പ്ലേറ്റും ബീക്കൺ ലൈറ്റും ഘടിപ്പിച്ച ഇന്നോവ കാറിൻ്റെ ഇരുവശത്തെ ഫ്രണ്ട് ഡോറ് തുറന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നത് കണ്ടു. അവർ തിടുക്കത്തിൽ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ഒരാൾ കാർ പോർച്ചിലും മുറ്റത്തെ വശങ്ങളിലും നോക്കുന്നുണ്ടായിരുന്നു. കാർ പോർച്ചിൽ അഞ്ജനയുടെ ചുവന്ന സ്വിഫ്റ്റ് കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിസ്റ്റർ ബാലകൃഷ്ണ മേനോനല്ലേ ഇവിടെ? മുംബൈയിൽ വന്ന CI റാങ്കിലുള്ള ഓഫീസർ അഞ്ജനയോട് ചോദിച്ചു. ഇല്ല, പുറത്തേക്ക് പോയി. ഹേമേന്ദ്രനോ? രണ്ടുപേരും ഒന്നിച്ചാ പോയത്. അവരെവിടെ പോയതാണ്? അത് പറഞ്ഞില്ല, അഞ്ജന പ്രതികരിച്ചു. കള്ളം പറയത്, നിങ്ങളുടെ ഭർത്താവും അച്ഛനും കൂടിയല്ലേ പോയത്? നിങ്ങളോടൊന്നും പറയാതെ വെറുതെ അങ്ങ് പോയി കളഞ്ഞോ? അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണം? വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. എന്നോട് പറഞ്ഞില്ല എന്നതാണ് സത്യം. ഈ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? ഇനി ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു പണിക്കാരനും വീട്ടുജോലിക്കാരും ഉണ്ടായിരുന്നു. അവർ ഉച്ചയോടെ ജോലി തീർത്തിട്ട് പോയി. നിങ്ങളുടെ ഭർത്താവും അച്ഛനും എങ്ങോട്ട് പോയിരിക്കാനാണ് സാധ്യതയെന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ? എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലേക്കായിരിക്കും എന്നാ. അതെന്താ അങ്ങനെ തോന്നാൻ? ഒരു ഷെൽട്ടറിൽ എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറയുന്നത് കേട്ടു. നിങ്ങളുടെ അച്ഛനും ഭർത്താവിനും എവിടെയൊക്കെ ബന്ധുക്കളുണ്ട്? തമിഴ്നാട്ടിലെവിടെയെങ്കിലും ബന്ധുക്കളോ റിലേറ്റീവ്സോ ഉണ്ടോ? അവിടെ ഫാം ഹൗസോ മറ്റെന്തെങ്കിലും ബിസിനസ്സോ ഉണ്ടോ? അവർ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് ഒന്നും മറച്ചു വെക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അവരെ പോലീസ് പിടികൂടിയിരിക്കും. പോലീസ് ഓഫീസർ മൊബൈലെടുത്ത് വോയിസ് റെക്കോർഡർ ചെയ്തു. അഞ്ജന സംസാരിക്കാൻ ഭാവിക്കുമ്പോഴായിരുന്നു ആ മൊബൈലിലേക്ക് ഒരു കോൾ വന്നത്. എക്സ്ക്യൂസ് മീ. പോലീസ് ഓഫീസർ കോൾ അറ്റൻഡ് ചെയ്യാനായി അല്പം മാറിയിരുന്നു. ഹലോ, എന്തായി? സാർ, ജഗന്നാഥക്കുറുപ്പും മകൻ ഹരീന്ദ്രനും ഒളിവിൽ പോയിരിക്കുകയാണ്. എപ്പോൾ? 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഷിറ്റ്, അവിടെ ആരൊക്കെയാണുള്ളത്? ഹരീന്ദ്രൻ്റെ അമ്മയും ഭാര്യയും ബുദ്ധി വളർച്ചയില്ലാത്ത മകനും. ശരി, അവരിൽ നിന്നും കിട്ടാവുന്നത്ര വിവരങ്ങൾ കളക്ട് ചെയ്യണം. SP ഓഫീസിലേക്ക് വിളിച്ചു പറയാം. ഓക്കെ. അഞ്ജന എല്ലാം കണ്ട് കേട്ടും മൂകസാക്ഷിയെ പോലെ നിന്നു. മല്ലിക അവിചാരിതമായുണ്ടായ ആശങ്ക കൊണ്ടും ഉദ്യോഗം കൊണ്ടും വീണു പോകുമെന്ന അവസ്ഥയിലായിരുന്നു. പോലീസ് സംഘം പോയതിനു ശേഷം ഉണ്ണിമായ അവരുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തു. അത് ക്രമാതീതമായി ഉയർന്നിരിക്കുന്നതുകൊണ്ട് ഉടൻ തന്നെ BP സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള മരുന്ന് നൽകി. അമ്മ പേടിക്കണ്ട, പോലീസ് അവരുടെ ജോലി ചെയ്തെന്നേ ഉള്ളൂ. അവർ പോയില്ലേ? പിന്നെന്താ മോളെ, എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്? ഹരിയും അച്ഛനും എന്തു ചെയ്യും? അവരെ അന്വേഷിച്ച് പോലീസ് പുറകെ ചെല്ലാതിരിക്കുമോ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നല്ലേ പ്രമാണം. അവർ തന്നെ അവരെ കാക്കട്ടെ. അമ്മയ്ക്ക് അവരെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നിനക്കൊരു വിഷമമല്ലേ മായേ? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ വിഷമത്തിനൊന്നും ഈ കാലത്ത് ഒരു വിലയില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. നമ്മൾ വിഷമിക്കാതിരിക്കുക, അത്രയേ വേണ്ടു. മുറ്റത്ത് കാറിൻ്റെ ഇരമ്പല്. ആരാന്ന് നോക്കിയിട്ട് വരാം. ഉണ്ണിമായ സിറ്റൗട്ടിലേക്ക് പോയി. അഞ്ജനയുടെ കാറ് മുറ്റത്തേക്ക് വന്നു നിന്നു. അഞ്ജന കാറിൽ നിന്ന് ഇറങ്ങി വന്നു. പോലീസ് പോയോ? ഉണ്ണിമായെ കണ്ട ഉടൻ അഞ്ജന ചോദിച്ചു. ഇനിയും വരുമെന്നാണ് പറഞ്ഞത്. അവർക്കൊരു പഴയ ഡെഡ് ബോഡി കണ്ടെടുക്കണം. സെപ്റ്റി ടാങ്കും ചാണാക്കുഴിയും വേണ്ടി വന്നാൽ വീടിൻ്റെ അടിത്തറ വരെ മാന്തി നോക്കുമെന്നാണ് പറഞ്ഞത്. അപ്പച്ചെന്തിയെ? അമ്മ പ്രഷർ കയറി തലയുറ്റി വീഴാൻ പോയി. ഉണ്ണിമായ അഞ്ജനയെ മല്ലികയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ മോളെ, ബാലേട്ടൻ്റെ സ്ഥിതി എന്തായി? വയസ്സുകാലത്ത് നാടും വീടും വിട്ട് ഒളിച്ചോടിൻ്റെ വന്നല്ലോ, മല്ലിക വിലപിച്ചു. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് വിളവെടുക്കാമെന്നല്ലേ പ്രമാണം. സമ്പത്ത് കാലത്ത് എൻ്റെ അച്ഛനും ഭർത്താവും അപ്പച്ചിയുടെ മോനും ഒക്കെ കൂടി വെച്ച തൈക്ക് വിളവെടുക്കാറായി. അഞ്ജന പറഞ്ഞതിൻ്റെ അന്തരാർത്ഥം മല്ലികയ്ക്ക് ഉൾക്കിടലമുണ്ടാക്കാൻ പോകുന്നതായിരുന്നു. ചന്ദ്രബാബുവിനെ അവരെല്ലാം കൂടി വകവരുത്തിയതാണോ മോളെ? അല്ലെങ്കിൽ എന്തിനാ ഈ ഒളിച്ചോട്ടം? 2 പേരെ കിട്ടിയെന്നാ പോലീസ് പറഞ്ഞത്. അവരെല്ലാം ഏറ്റു പറഞ്ഞത്രേ. അരിക്ക് ജയിലിൽ കയറേണ്ടി വരുമോ? അപ്പച്ചിക്ക് അതിൽ മാത്രമാണോ വേവലാതി? മകൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ? അതേപ്പറ്റി ഇന്ന് വരെ അന്വേഷിച്ചിട്ടില്ലല്ലോ. അവൾ ജീവനോടെ ഉണ്ടെന്നല്ലേ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ വിചാരം എന്താ? മല്ലിക മിണ്ടാതെ ചിന്താവിഷ്ടയായിരുന്നു. എനിക്കറിയാം, മകനെപ്പറ്റി ഓർത്ത അപ്പച്ചിക്ക് വിഷമം. മകളെ പണ്ടേ എഴുതി തള്ളിയതാണല്ലോ, പാഴ്ജന്മം. നുള്ളിക്കളയാവുന്നതേ ഉള്ളൂ. ആൺമക്കളാണല്ലോ വിലതീരാത്ത നിധി. എന്നിട്ട് അവർ കാട്ടിക്കൂട്ടുന്ന എന്ത് ക്രൂരതയും എത്ര വലിയ അപരാധവും ക്ഷമിക്കാൻ റെഡിയാണ്. പെൺമക്കൾ ഒരു ചുവട് തെറ്റിപ്പോയാൽ അടിച്ചു പുറത്താക്കാൻ ഒരു മടിയില്ല. മല്ലിക ഒന്നും മിണ്ടാതെ അഞ്ജനയുടെ മുഖത്തേക്ക് ദൈന്യതയോടെ നോക്കിയിരുന്നു.
ചന്ദ്രബാബുവിന് ഇവരെല്ലാം കൂടി ഇല്ലാതാക്കിയതാണോ ചേച്ചി? നേരിട്ട് പങ്കുണ്ടോ ഹരിയേട്ടനും അച്ഛനും? അതോ കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിച്ചതാണോ? ഉണ്ണിമായ ചോദിച്ചു. അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. മാളുവിന് എന്ത് സംഭവിച്ചെന്ന് കൂടി ഇതോടെ തെളിയും, അഞ്ജന പറഞ്ഞു. അവളെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഏതായാലും ഹരിയുടെ കൂടപ്പുറപ്പല്ലേ? മല്ലിക പറഞ്ഞു. കൂടപ്പുറപ്പ്? ദുരഭിമാനക്കൊലയൊക്കെ എവിടെല്ലാം നടക്കുന്നു. കൂടപ്പുറപ്പിനെ പോണ്ടിച്ചേരിക്ക് കൊണ്ടുപോയി പ്രസവിച്ച കുഞ്ഞിനെ തെരുവിലെറിഞ്ഞ ആളല്ലേ ഹരി. അതിന് ഹരിയുടെ അച്ഛനും കൂട്ടുന്നില്ലേ? ഇതുവരെയും അവരതൊന്നും സമ്മതിച്ചില്ലല്ലോ. മല്ലികയ്ക്ക് മിണ്ടാട്ടില്ല. മായ കരുതിയിരുന്നോ നമുക്ക് രണ്ടുപേർക്കും ഒരേ ദുർവിധിയാണ് വരാൻ പോകുന്നതെന്ന്? അഞ്ജന മുന്നറിയിപ്പ് നൽകി. എന്തു ദുർവിധി? മല്ലിക നെറ്റി ചുളിച്ചു. കൊലപാതകിയുടെ ഭാര്യ എന്നുള്ള ലേബല്, അല്ലെങ്കിൽ വൈദവ്യം. അഞ്ജന കൂസലന്നെ പറഞ്ഞു. അറം പറ്റുന്ന വർത്താനമൊന്നും പറയല്ല മോളെ. അപ്പച്ചിയുടെ കാര്യമില്ല, എൻ്റെയും മായയുടെയും കാര്യമാണ് പറഞ്ഞത്, അഞ്ജന സാന്ത്വന രൂപേണ പറഞ്ഞു. രാത്രിയുടെ വാർത്താ ബുള്ളറ്റിൻ ടി വിയിൽ കാണുന്നതിനിടയിൽ രാജഗോപാൽ അല്ലിമയെ വിളിച്ചു വരുത്തി. അവൾ വന്നയുടൻ രാജഗോപാൽ ടി വി സ്ക്രീനിലേക്ക് കൈ ചൂണ്ടി. പുതിയ ബ്രേക്കിംഗ് ന്യൂസ്. ചന്ദ്രബാബു വധക്കേസിലെ പ്രതികൾ അറസ്റ്റിൽ. ചന്ദ്രബാബു വധക്കേസിലെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പ്രതികളെ തമിഴ്നാട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ബാലകൃഷ്ണ മേനോൻ, ഹേമേന്ദ്രൻ എന്നിവരെ തേനിയിൽ വെച്ചും ജഗന്നാഥക്കുറുപ്പ്, ഹരീന്ദ്രൻ എന്നിവരെ നായ്ക്കന്നൂരിൽ വെച്ചുമാണ് അറസ്റ്റ് ചെയ്തത്. അല്ലിമ വിശ്വാസം വരാത്തതുപോലെ ടി വി സ്ക്രീനിലേക്ക് തുറിച്ചു നോക്കി നിന്നു. സന്ദീപിനെ വിളിച്ചാലോ? കുറച്ചുകൂടെ വിശദമായിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റും, രാജഗോപാല ഉദ്യോഗഭരിതനായി പറഞ്ഞു. അല്ലിമ ഫോൺ എടുക്കാനായി റൂമിലേക്ക് പോയി. അവിടെ നിന്നുകൊണ്ട് തന്നെ അവൾ സന്ദീപിനെ വിളിച്ചു. കോൾ എടുത്ത ഉടൻ സന്ദീപ് സോറി പറഞ്ഞു. എന്നെ തെറ്റിദ്ധരിക്കരേ, ഞാൻ വിളിച്ചു പറയാത്തതല്ല. നിങ്ങളെപ്പോലെ ഞാൻ ന്യൂസ് ബുള്ളറ്റിൻ കണ്ടിട്ടാണ് അറിയുന്നത്. സന്തോഷം പോലീസ് ടീമിൻ്റെ കൂടെ പോയിരുന്നോ? അല്ലിമ ചോദിച്ചു. ഇല്ല, ഞാനും ന്യൂസ് കണ്ടാണ് അറിഞ്ഞതെന്ന് പറഞ്ഞല്ലോ. എനിക്ക് പത്രത്തിന് വേണ്ടി വാർത്ത തയ്യാറാക്കാനുണ്ടായിരുന്നു. പോലീസ് അവരെ പിടികൂടിയ സ്ഥലമൊഴികെ ഞാൻ കംപ്ലീറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി വെക്കുമായിരുന്നു. എനിക്കല്ലേ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി അറിയാവുന്നത്. ഒരു പാരാഗ്രാഫ് മാത്രമേ കൂടുതലായി എഴുതി ചേർക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കിയെല്ലാം മുൻകൂട്ടി എഴുതി വെച്ചു. ഇപ്പം മാറ്റർ പ്രസ്സിലേക്ക് പോയി കഴിഞ്ഞു. സന്തോട്ടാ, ബാക്കി വിവരങ്ങൾ കിട്ടിയോ? ബാക്കി എന്താണ്? അവരെന്താ ചെയ്തത്? എവിടെയാണ് ബോഡി ഉപേക്ഷിച്ചത്? പിന്നെ അമ്മയുടെ കാര്യം, അമ്മ ജീവനുണ്ടോ അതോ അവരെല്ലാം കൂടി? അല്ലമ്മയുടെ സ്വരത്തിൽ പരിഭ്രമം ഏറിയിരുന്നു. ടെൻഷനാകാതെ, പോലീസ് അവരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി തന്നെ ചോദ്യം ചെയ്യും. മിക്കവാറും രാത്രി തന്നെ എല്ലാ വിവരങ്ങളും കിട്ടിയേക്കും. അവരെ കുറ്റം സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിക്കാതെ പറ്റില്ലല്ലോ. കുട്ടികൾ സുഖവും കുഞ്ഞുമോനും എല്ലാം ഏറ്റുപറഞ്ഞില്ലേ. ഇനി നിയമത്തിന് മുന്നിൽ സറണ്ടർ ആവുകയല്ലാതെ വേറെ വഴിയില്ല. അമ്മയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകണമെന്ന എൻ്റെ പ്രാർത്ഥന. എല്ലാത്തിനും നമുക്ക് ഉത്തരം കിട്ടും. ഇവിടം വരെ എത്തിയില്ല നമ്മൾ. ഇനി അല്പം കൂടി കാത്തിരിക്കുക. സന്തോട്ടൻ ഇങ്ങോട്ട് വരുമോ? ഇവിടെ എന്തൊക്കെ വഴിത്തിരിവുകളുണ്ടാകുന്നെന്ന് നോക്കട്ടെ. സമാധാനമായിട്ടിരിക്കും. അച്ഛനെ ഒന്ന് വിളിച്ചേക്കണേ. ശരി, ഇപ്പം തന്നെ വിളിക്കാം. കട്ട് ചെയ്തു. അലിമ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി. സന്ദീപിനോടൊപ്പം ചെന്ന് ചേരാൻ അവൾ വെമ്പൽ കൊണ്ടു. അവൻ്റെ കൈത്താങ്ങില്ലാതെ തനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് തോന്നി. അധ്യായം 22. അഴീക്കര താമരക്കാട് റോഡിലൂടെ കാർ ഡ്രൈവ് ചെയ്ത് പോകവേ കിഷോർ മുഖം തിരിച്ച് സോഫിയെ നോക്കി. അതേസമയം തന്നെ അവളും നോക്കി. എന്നാ നോക്കുന്നേ? അവൾ ചോദിച്ചു. അത് തന്നെ അവനും ചോദിച്ചത്. ഒപ്പമായിരുന്നു. രണ്ടുപേർക്കും ചിരി വന്നു. മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ്. രണ്ടുപേരും ഒരേ സമയം ഒരേ കാര്യങ്ങൾ തന്നെ ചിന്തിക്കും. നാവിടുത്തെ ഒരാൾ ഒരു കാര്യം പറയാൻ ഭാവിക്കുമ്പോഴേക്കും മറ്റേയാളും അതേ കാര്യം തന്നെ പറയും. നീ എന്താടി സോഫി ആലോചിച്ച് കൂട്ടുന്നത്? ടെൻഷനുണ്ടോ? പിന്നല്ലാണ്ട്. വീട്ടിലോട്ട് കിച്ചുവേട്ടൻ്റെ കൂടെ ചെല്ലുമ്പോൾ ടെൻഷനില്ലാണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് കുരിയച്ചൻ ഇന്ന് എൻ്റെ മുട്ടുകാല് തല്ലിയടിക്കുന്ന. അതിനുവേണ്ടിയാണല്ലോ കശാപ്പുശാലയിലോട്ട് ആടിനെ കൊണ്ടുപോകുന്ന പോലെ എന്നെ കൊണ്ടുപോകുന്നേക്കുന്നത്. ഞാൻ നോക്കിയിട്ട് നിന്റെ ശല്യം ഒഴിവാക്കാൻ വേറൊരു മാർഗവും കണ്ടില്ല. എനിക്ക് നല്ല സംശയമുണ്ട് ഒഴിവാക്കാനാണോന്ന്. അതും നല്ലതാ. സ്നേഹമുള്ളവർ സംശയിക്കണം. എന്നാലേ നമ്മുടെ കണ്ണും ചെവിയും മനസ്സും അവിടെ ചുറ്റും കിടന്ന് കറങ്ങത്തുള്ളൂ, കിഷോർ പറഞ്ഞു. അച്ചോടി, എനിക്കൊരു സംശയമില്ല കിച്ചുവേട്ടന്. എനിക്കറിയാം കിച്ചുവേട്ടന് എന്നെയാണ് സംശയം. നിന്നെ എന്തിനാ സംശയിക്കുന്നത്? എന്നെ വേറെ വല്ലവരും ലൈൻ അടിക്കുമോ, ഞാൻ കിച്ചുവേട്ടനെ വിട്ടിട്ട് വേറെ ആരെങ്കിലും പ്രേമിക്കുമോ എന്നൊക്കെ. പോടി, നിന്നെ ആര് പ്രേമിക്കാനാ? ഓർത്തോയിലൊരു ജൂനിയർ ഡോക്ടർ എന്നെ കാണുമ്പോൾ ചിരിക്കും, പേര് ചോദിക്കും, ഡ്യൂട്ടി ഏത് ഫ്ലോറിലാണെന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഓർത്തോയാണോ? അവനോട് സ്വന്തം അസ്ഥി കേടാകാതെ സൂക്ഷിച്ചോളാൻ പറഞ്ഞേക്ക്. അത് കേട്ട് സോഫിയ ചിരിച്ചു. അസൂയ, കുശുമ്പ്. ബാക്കിയുള്ളവൻ കാട്ടുപൂച്ചയെ മെരുക്കിയെടുക്കുന്ന പോലെ കഷ്ടപ്പെട്ട് ഇണക്കിക്കൊണ്ടുവരുമ്പോൾ വേറെ വല്ലവൻ ഇടയ്ക്ക് കയറിയാലുണ്ടല്ലോ.
കിഷോർ ഭീഷണിയുടെ സ്വരത്തിൽ നിർത്തി. സോഫിയ എന്തോ ആലോചിച്ചിട്ട് ഒന്ന് നെടുവീർപ്പിട്ട് പറഞ്ഞു, ഞാനങ്ങനെ ഇതുപോലെ തലതിരിഞ്ഞു പോയെന്നാ. ഞാനെന്ത് പാവമായിരുന്നു. പള്ളിപ്പോക്കും കുമ്പസാരം കുർബാനയും നേർച്ചയും കൊന്തയും നമസ്കാരവും ഒക്കെ ആയിട്ട് നടന്ന് ഞാൻ ആരെയും പ്രേമിക്കാൻ തോന്നില്ല എന്ന് ഇന്നും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. ഇപ്പോൾ നിനക്കെന്ത് പറ്റി? നീ പിഴച്ചുപോയോ? കിഷോറിന് ശുണ്ടി കയറി. പിന്നില്ലേ, ഇതൊക്കെ ശരിയാണോ? വീട്ടുകാരെ ആലോചിച്ച് കണ്ടുപിടിച്ച് തരുന്ന ചെറുക്കനെ കല്യാണം കഴിക്കേണ്ട ഞാൻ? പ്രേമം, അതോ അന്യമതക്കാരനെ? നീ അന്യമതക്കാരനെ സ്നേഹിക്കുമ്പോൾ ഞാൻ അന്യമതക്കാരെ സ്നേഹിക്കുന്നു. അപ്പോൾ പകരത്തിന് പകരം ഒത്തുതീർന്നെന്നോ? എങ്ങനെ? അതായത് നീയൊരു തെറ്റ് ചെയ്യുന്നു, ഞാനും അതേ തെറ്റ് ചെയ്യുന്നു. അപ്പോൾ സംഗതി സോൾവായി. എൻ്റെ കിച്ചുവേട്ടാ, എന്നെ വട്ടുപിടിപ്പിക്കില്ലേ? ഇതെങ്ങനെയാ സോൾവ് ആകുന്നത്? ബാലൻസ് ഒന്നുമില്ലല്ലോ. ഒരു തെറ്റ് അതേമാതിരി വേറൊരു തെറ്റും കൂട്ടിയിടിച്ച് രണ്ടും താഴെ വീണ് ചത്തു. സോ ഫയൽ ക്ലോസ്ഡ്. സോഫിയ സ്വയം നെറ്റിക്കടിച്ച്. എൻ്റെ ദൈവമേ, ഇതിനെക്കൊണ്ട് ഞാൻ തോറ്റു. കാറ് വീടിനോട് അടുക്കാറായപ്പോൾ സോഫിയ ഡാഷ്ബോർഡിൽ കൈപ്പത്തിയിട്ട് തല്ലി. നിർത്ത് കിച്ചുട്ടാ, ഇതെങ്ങോട്ടാ? കിച്ചു കാറ് സ്ലോ ചെയ്തു. വീടെത്തിയല്ലേ? ഞാൻ അറിഞ്ഞില്ല. വീടല്ല, നമ്മളെ എത്തിയത്. സോഫി തിരുത്തി. ആക്കല്ല മോളെ. കിഷോർ കട്ടിംഗ് സൈഡിലേക്ക് കാർ ഒതുക്കി നിർത്തി. കിച്ചോടെ എനിക്ക് പേടിയാന്നു. എന്നാ പറയും അപ്പയോട്? നമ്മളെന്ന പോലെ അനാശാസ്യം കാണിച്ചോ ഇത്ര പേടിക്കാൻ? അതാണോ പറഞ്ഞത്? ഈ കിച്ചോടിൻ്റെ ചിലപ്പോഴത്തെ വർത്തമാനം സോഫിയ കണ്ണിൽ കുത്തുന്ന പോലെ നോക്കി. എടി, ഞാനില്ലേ നിൻ്റെ കൂടെ? പിന്നെന്താ? അതാ എൻ്റെ പേടിയും. എന്നാൽ ഞാൻ കാറിലിരിക്കാം, നീ കയറിച്ചില്ലേ? അന്നേരം കാര്യങ്ങളൊക്കെ ആര് പറയും? നീ തന്നെ പറയണം പപ്പയോട്. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ഞാനില്ല. പപ്പ എന്നെ കവളൻ മോഡലിനടുത്ത് അടിക്കും. ഇറങ്ങ്, കിഷോർ ആജ്ഞാപിച്ചു. സോഫിയ ബാഗ് എടുത്ത് ഇറങ്ങി. കാറ് ലോക്ക് ചെയ്തു. വാ. കിഷോർ മുമ്പേ നടന്നു. കട്ടിംഗ് സൈഡ് വെട്ടിപ്പൊളിച്ചുണ്ടാക്കിയ ചെങ്കൽപ്പടികൾ കയറി സോഫിയ ഉൾഭീതിയോടെ അവൻ്റെ പിറകെ ചെന്നു. രണ്ടുപേരും വീട്ടുമുറ്റത്തെത്തി. മുറ്റത്തെ വെയിലത്ത് മുറത്തിൽ കഴുകി ഉണങ്ങാൻ വെച്ച മല്ലി തൂത്തുക്കുട്ടി ഒരു പ്ലാസ്റ്റിക് ജാറിലേക്ക് വാരി വയ്ക്കുകയായിരുന്നു. വത്സമ മകളെയും കൂടെ മുഖപരിചയമുള്ള യുവാവിനെയും കണ്ട് നിവർന്നു. ചെറിയൊരു അമ്പരപ്പിൽ രണ്ടുപേരെയും മാറി മാറി നോക്കി. മമ്മിക്ക് മനസ്സിലായില്ലേ? എൻ്റെ പേര് കിഷോർ. ഞാനിവിടെ 2-3 തവണ വന്നിട്ടുണ്ട്. ഞാൻ ആ സോഫിക്ക് ആലുവയിൽ ജോലി ശരിയാക്കി കൊടുത്തത്. ശരി, എനിക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെ വന്നേ? കാറിൽ വന്നു. സോഫിയുടെ പപ്പയില്ല ഇവിടെ. ചോറിനിട്ട് കിടന്ന് ഉറങ്ങുക. കുഞ്ഞിപ്പോൾ അങ്ങ് പോയിക്കോ. അങ്ങേര് കാണണ്ട. ഇവിടെ കാറിലാ കൊണ്ടുവന്ന് വിട്ടതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് കലി കയറും. എനിക്ക് കാണണം മമ്മി, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് ഇവിടെ പറഞ്ഞാൽ പോരാ, ഞാൻ പറയേണ്ട കാര്യങ്ങളാണ്. എൻ്റെ ദൈവമേ, എന്തൊക്കെയാണോ? വിലാപസ്വരത്തിൽ പറഞ്ഞിട്ട് സോഫിയയെ മൂർച്ചയിലൊന്ന് നോക്കിയിട്ട് മുറവും ചാറും എടുത്ത് വത്സമ്മ വീട്ടിലേക്ക് കയറിപ്പോയി. കയറിയിരിക്കുക ചേട്ടാ, പപ്പ ഇപ്പോൾ വരും. വന്നിട്ട് കയറിയിരുന്നോളാം. സോഫിയ അകത്തേക്ക് പോയി. കിഷോർ വീടിൻ്റെ ചുറ്റുപാടുകൾ നോക്കി. റബ്ബർ തോട്ടങ്ങളുടെയും പൈനാപ്പിൾ കൃഷിയുടെയും പച്ചപ്പാണ് നോക്കത്താ ദൂരത്തോളം. ഓരോരോ കൃഷിയിടങ്ങൾ, അവയ്ക്ക് നടുവിൽ വീടുകളും. ചുമച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കിറിയച്ചൻ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. കിഷോറിനെ കണ്ട് ഒട്ടും രസിക്കാത്ത മട്ടിൽ ഏതാനും നിമിഷം നിന്നു. ഞാൻ കിഷോർ മുമ്പ് വന്നിട്ടുണ്ട്. നീയും വേറൊരുത്തരും കൂടിയല്ലേ അവളുടെ പോണ്ടിച്ചേരിയിലെ ജോലി കളയിപ്പിച്ച് അവളെ ഇവിടെ കൊണ്ടുവന്നു വിട്ടത്? അതെ. പപ്പയ്ക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. എന്നെ പപ്പാന്ന് വിളിക്കാൻ ഞാൻ നിൻ്റെ തന്തയൊന്നുമല്ലല്ലോ, ചേട്ടാന്ന് വിളിച്ചാൽ മതി. ഇതെന്താ ഒരുമാതിരി അന്തസ്സില്ലാത്ത സംസാരം? രാവിലെ കള്ളു കുടിച്ചോ? കുടിച്ചാലെന്താ കുഴപ്പം? ഞങ്ങൾ കാരണം സോഫിയുടെ ജോലി പോയെങ്കിൽ ഞങ്ങൾ തന്നെ പകരം വാങ്ങിക്കൊടുത്തില്ലേ? കിഷോർ ചോദിച്ചു. അതുകൊണ്ട് എന്നാ കാര്യം? പോണ്ടിച്ചേരി കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം ഇവിടെ കിട്ടുന്നുണ്ടോ? ഇവിടുത്തെ ജോലിക്ക് എന്തേലും ഉറപ്പുണ്ടോ? അത് മാത്രമല്ല, ആലുവയുടെ അവളുടെ കാര്യം നോക്കാനും പറയാനും ആരാ ഉള്ളത്? പോണ്ടിച്ചേരിയിൽ കന്യാസ്ത്രീമാർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആലുവയുടെ സോഫിയുടെ കാര്യം നോക്കാൻ ഞാനുണ്ട്. എനിക്ക് അവളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ മോളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെടാൻ നീ ആരാ? അതുകൂടെ പറയാനാണ് ഞാൻ വന്നത്. സോഫിയ ആലുവയിലെ ഹോസ്പിറ്റലിൽ ജോലി ഉപേക്ഷിക്കാൻ പോവാം. ഈ മാസം കൂടിയേ ഉള്ളൂ. ജോലി ഉപേക്ഷിക്കാനോ? ആര് പറഞ്ഞിട്ട്? ഞാനും സോഫിയും കൂടി എടുത്ത തീരുമാനമാണ്. അടുത്ത മാസം മുതൽ ഇവിടെ IELTS പഠിക്കാൻ തുടങ്ങും. 6 മാസത്തെ ട്രെയിനിങ്, പിന്നെ എക്സാം. അവൾ IELTS പഠിക്കാൻ പോണോ? അതിന് ശമ്പളം കിട്ടുമോ? ശമ്പളം കിട്ടില്ലെന്ന് മാത്രമല്ല, ഫീസ് കൊടുക്കുകയും വേണം. അത് സാരമില്ല, ഞാൻ നോക്കിക്കോളാം. അല്ല, ഇതെല്ലാം നീ ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്നാത്തിനാ? എന്നതാണ് നിൻ്റെ ഉദ്ദേശം? IELTS പാസ്സായി കിട്ടിയാൽ നമുക്ക് സോഫിയെ കാനഡയിലോ UK വിടാം. നല്ല ശമ്പളം കിട്ടും. അവൾക്ക് പാസ്പോർട്ടില്ലല്ലോ, അതുകൂടി എടുക്കണം. എൻ്റെ മോളുടെ കാര്യം ഞാൻ തീരുമാനിക്കും. ഇനി ആലുവയ്ക്ക് ജോലിക്ക് അവളെ വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ.
അവിടെ IELTS പഠിക്കാനും വിടുന്നില്ല, കാനഡയിലേക്ക് ജോലിക്കും വിടുന്നില്ല. കുര്യച്ചൻ പറഞ്ഞു. എന്നാൽ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. 1 വർഷത്തിനുള്ളിൽ ഞാൻ സോഫിയെ UK അല്ലെങ്കിൽ കാനഡയ്ക്ക് അയക്കും. 2 വർഷം അവളോട് ജോലിയും ചെയ്യും. ആ ശമ്പളം മുഴുവൻ അവൾ നിങ്ങൾക്ക് അയച്ചു തരും. ഈ കുടുംബത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളൊക്കെ ആ പൈസ കൊണ്ട് നടത്താൻ പറ്റും. അത് കഴിയുമ്പോൾ അവളെ എനിക്ക് വിട്ടു തന്നേക്കണം. വിട്ടുതരാനോ? എൻ്റെ മകളെ? അതോ നിനക്ക്? നീ ആരാ? നിനക്കിതൊക്കെ പറയാൻ എന്നാ അവകാശം? ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. വേറെ അവകാശമൊന്നുമില്ല. കുര്യച്ചനൊന്നും നടുങ്ങി. വിശ്വാസം വരാത്ത പോലെ കിഷോറിനെ നോക്കി. നീ എൻ്റെ മകളെ കല്യാണം കഴിക്കാനോ? നീ ഏതാ ജാതി? ഏതാ മതം? നീ ക്രിസ്ത്യാനിയാണോ? നീ പള്ളിയിൽ പോയിട്ടുണ്ടോ? മാമോദിസ വെള്ളം നിൻ്റെ തലയിൽ വീണിട്ടുണ്ടോ? ഞാൻ ഹിന്ദുവാ, നായരാണ്, ഈശ്വരവിശ്വാസമുണ്ട്, ജോലിയൊക്കെ ഉണ്ട്, വീടുണ്ട്, കൊള്ളാവുന്ന കുടുംബമാണ്. ഈ ക്രിസ്ത്യാനിയുടെ പ്രശ്നമൊക്കെ പറഞ്ഞ് സോഫിയനെ ഒഴിവാക്കാൻ 18 ഇടവും പറ്റി നോക്കിയതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ചും ചർച്ച ചെയ്തും നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ച് പോകാമെന്ന് തോന്നി. കുറച്ച് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഞങ്ങളുടെ ഒരു കണ്ടെത്തൽ. എൻ്റെ മകളെ ഒരു അന്യമതക്കാരന് കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? കുര്യച്ചൻ വെല്ലുവിളി ഉയർത്തി. ഇല്ലെങ്കിൽ വേണ്ടെന്നേ, കിഷോർ ചിരിച്ചു. ഞങ്ങളുടെ ആഗ്രഹവും തീരുമാനം തുറന്നു പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ പപ്പയും മമ്മിയും കൂടെ സോഫിയെ വിളിച്ച് ഉപദേശിക്കണം. അവൻ അന്യമതക്കാരനല്ലേ, നമ്മൾ ക്രിസ്ത്യാനികളല്ലേ, നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, മനുഷ്യരുടെ മുഖത്ത് എങ്ങനെ നോക്കും, ഇളയ കുട്ടികളുടെ ഭാവി പോലും നശിച്ചു പോകില്ലേ എന്നൊക്കെ. അതുകൊണ്ട് കുടുംബത്തെ സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇതിന്ന് പിന്മാറണം. ഇത് നടന്നാൽ നിൻ്റെ അമ്മയും ഞാനും പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞേക്കണം. താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണല്ലോ ഈ പയ്യൻ പറയുന്നതെന്നോർത്ത് കുര്യച്ചൻ അവനെ മിഴിച്ചു നോക്കി. ഒരാഴ്ച സമയം തരാം. എന്നിട്ടും സോഫിയുടെ മനസ്സ് മാറുന്നില്ലെങ്കിൽ അവളെ വിട്ടേക്കണം. തടങ്കൽ വയ്ക്കുകയോ ദേഹോപദ്രവം ചെയ്യുകയോ ചെയ്താൽ നിങ്ങളും കുടുംബവും മൊത്തം ജയിലിൽ കയറേണ്ടി വരും. അതിനുള്ള പണി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ കുര്യച്ചൻ തെല്ലും നമ്പരുന്നു. ഞങ്ങൾ പോണ്ടിച്ചേരി പോയി സോഫിയുടെ സഹായത്തോടെ അന്വേഷണ കേസിൻ്റെ ഫലം കണ്ട്. ഇന്നത്തെ പത്രം വായിച്ചിരുന്നോ? എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി, കൊലപാതക കുറ്റത്തിന്. സംഭവം ശരിയാണല്ലോ എന്ന് കുര്യച്ചൻ ഓർത്തു. കുര്യച്ചൻ രാവിലെ കടയ്ക്ക് പോയപ്പോൾ ചായക്കടയിലിരുന്ന് പത്രം വായിച്ചാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞു. ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ സോഫിയെ വിളിക്കും. അവൾ IELTS പഠിക്കാൻ തയ്യാറാണോ എന്ന് അറിയാൻ. വിളിച്ചാൽ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ പോലീസിനെയും കൂട്ടി വരും. അവളെ തല്ലരുത്. തല്ലി അതിൻ്റെ ഇരട്ടിത്തല്ല് കൊള്ളേണ്ടി വരും. ബാക്കി എന്ത് വേണമെങ്കിലും അയക്കും. സോഫിയ ജനാലയ്ക്ക് പിന്നിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വത്സല വാതിക്കൽ നിൽപ്പുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് മകളെ തുറിച്ചു നോക്കി. ഇതെല്ലാം നീയും കൂടി അറിഞ്ഞുകൊണ്ടാണല്ലടി എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നേട്ടം. നിങ്ങളുടെ ഫാമിലി രക്ഷപ്പെടും. എനിക്കും സോഫിക്കും ആശിച്ച പോലെ ജീവിക്കാൻ സാധിക്കും. എന്നാലും ഞാൻ പോയിക്കോട്ടെ. കിഷോർ യാത്ര വെച്ചു. കുര്യച്ചൻ ദേഷ്യവും അന്താളിപ്പും ഭയവും എല്ലാം കൂടിക്കലർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. 2 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മ വേണം. 1, അവളെ തല്ലരുത്. 2, അവളെ വിളിച്ചാൽ കിട്ടണം. അത്രയേ ഉള്ളൂ. പോട്ടെ. എന്നിട്ട് കിഷോർ വാതിക്കലേക്ക് നോക്കി. സോഫി എന്നിങ്ങോട്ട് വന്നേ, കിഷോർ വിളിച്ചു. സോഫിയുടൻ ജനലരികിൽ നിന്നും മാറി വാതിക്കലെത്തി. വത്സമ്മയെ പതുക്കെ പിടിച്ചു മാറ്റിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി. നിന്റെ പപ്പയോട് ഞാൻ കാര്യങ്ങളെല്ലാം വേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ദേഹത്ത് കൈവച്ചാൽ പറഞ്ഞേക്കണം. ഹോസ്പിറ്റലിൽ വിളിച്ച് ഇന്ന് തന്നെ ലീവ് മാർക്ക് ചെയ്യിക്കണം. 5 ദിവസം. ഓക്കെ, പോവാണേ? ശരി. കിഷോർ ഉടനെ തന്നെ മുറ്റത്തുനിന്ന് റോഡിലേക്ക് ഇറങ്ങിപ്പോന്നു. അവൻ കാറ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് നോക്കി സോഫിയ മുറ്റത്തുനിന്നു. അപ്പോഴേക്കും വത്സമ്മ ഇറങ്ങി വന്നു. എന്താടി അവൻ പറഞ്ഞിട്ട് പോയതിൻ്റെയൊക്കെ അർത്ഥം? വത്സമ്മ ചീറി. മലയാളത്തിലാണല്ലോ പറഞ്ഞത്, മനസ്സിലായില്ലായിരുന്നോ? അത്രയും പറഞ്ഞിട്ട് സോഫിയ അകത്തേക്ക് കയറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ കുര്യച്ചൻ മുറ്റത്ത് തന്നെ നിന്നു. അധ്യായം 23. സന്ദീപ് കിഷോറിൻ്റെ വീട്ടുമുറ്റത്തേക്ക് കാർ കൊണ്ടുവന്ന് നിർത്തി. വൈഷ്ണവി വാതിൽ തുറന്നിറങ്ങി വന്നു. സന്ദീപ് കാറിൽ നിന്നിറങ്ങിയിട്ട് കിഷോർ അവിടെ നിന്ന് തിരക്കി. അവൻ ഉച്ചയ്ക്ക് മുമ്പ് പോയത് അവിടുന്ന്. ആലുവയ്ക്ക് പോവാണെന്ന് പറഞ്ഞു. നീ അവനൊന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചോളാം ആൻറ്റി. അങ്കിൾ ഓഫീസൊന്നും വന്നില്ലല്ലോ അല്ലേ? 5 മണി കഴിയും. അല്ലയുടെ അച്ഛനെ അമ്മയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയ സന്തു? വൈഷ്ണവി ചോദിച്ചു. ഞാനെല്ലാം വിശദമായിട്ട് പറയാം. അത് ഞാൻ അലിയുടെ വീട്ടിലോട്ട് ചെല്ലട്ടെ. അവരവിടെ വെയിറ്റ് ചെയ്യാം. പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ വന്നിട്ട് കഴിച്ചോളാം ആൻറ്റി. സന്ദീപ് നടന്നു കഴിഞ്ഞിരുന്നു. രാജഗോപാല അല്ലിമീൻ സിറ്റൗട്ടിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാർ ഇങ്ങോട്ട് കയറ്റിയിട്ടായിരുന്നില്ലേ സന്ദീപ്? അവിടെയുള്ളവർക്ക് പരിഭവം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, സന്ദീപ് പറഞ്ഞു. സന്ദീപ് സിറ്റൗട്ടിലേക്ക് കയറി.
അവൻ അല്ലിമയെ നോക്കി മന്ദഹസിച്ചു. അവൾ ഉദ്യോഗപരിതയാണെന്ന് മനസ്സിലായി. വാ, അകത്തോട്ടിരുന്ന് സംസാരിക്കാം, രാജഗോപാൽ പറഞ്ഞു. നേരെ ഡൈനിങ് റൂമിലേക്കാണ് അയാൾ സന്ദീപിനെ കൂട്ടിക്കൊണ്ടുപോയത്. സന്ദീപ് ഊണ് വെച്ചില്ലല്ലോ അല്ലേ? മോളെ ഊണെടുക്ക്, രാജഗോപാൽ നിർദ്ദേശിച്ചു. ഊണ് വേണ്ടങ്ങളെ, ചായ മതി, പിന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റോ സ്നാക്സോ മതി. സാൻഡ്വിച്ച് എടുക്കട്ടെ? അല്ലിമ ചോദിച്ചു. അതുകൊള്ളാം, ഡബിൾ ഓക്കെ. അല്ലിമ കിച്ചണിലേക്ക് പോയി. രാജഗോപാലും സന്ദീപും മേശയ്ക്കിരുവശത്തുമായിട്ട് ഇരുന്നു. മണിമലക്കാരുടെ അറസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ വലിയ വാർത്തയായില്ലല്ലോ. പോലീസ് അവരെ ചോദ്യം ചെയ്തില്ലേ? ഇനീഷ്യലായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ നടന്നു. അവർ കുറ്റസമ്മതം നടത്തിയോ? ആദ്യം അവർ നിഷേധിച്ചു. അതൊരടവായിരുന്നു. കൂടുതൽ ചോദിച്ചപ്പോൾ ഏലപ്പാറയിൽ വെച്ച് ചന്ദ്രബാബുവിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുവന്നതായിട്ട് സമ്മതിച്ചു. അത് മതിയല്ലോ, കുറ്റസമ്മതമല്ലേ അത്? രാജഗോപാൽ ആകാംക്ഷയോടെ പറഞ്ഞു. പക്ഷെ അവർ പറയുന്നത് കൊലപാതകം നടന്നിട്ടില്ലെന്ന്. ജീപ്പിലിരുന്ന് ചന്ദ്രബാബു ബഹളം വെച്ചപ്പോൾ ഷാള് കൊണ്ടും വായും മൂക്കും ചുറ്റിപ്പിടിച്ചു. ചന്ദ്രബാബു ബോധരഹിതനായതേ ഉള്ളൂ അത്രേ. അത് വളരെ വിചിത്രമായ വാദമാണല്ലോ. ബോധരഹിതനായ ആളെ അവരെന്ത് ചെയ്തു? രാജഗോപാൽ അക്ഷമനായി. അല്ലിമ ഇതിനിടയിൽ ചായ കൊണ്ടുവന്നിച്ചു. എനിക്കൂടി കേൾപ്പിക്കണേ, അവൾ പറഞ്ഞു. ലേശം ഉറക്കെ പറഞ്ഞാൽ മതി, സാൻഡ്വിച്ച് ഇതാ വരുന്നു. അവൾ തിടുക്കത്തിൽ കിച്ചണിലേക്ക് പോയി. സന്ദീപ്, കുട്ടികൾ സുഖവും കുഞ്ഞുമോനും പോലീസിൻ്റെ അടുത്ത് സമ്മതിച്ചല്ലേ കഴുത്തു മുറുക്കി കൊന്നുവന്ന്? അവർ രണ്ടുപേരും അന്ന് അമിതമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഹേമേന്ദ്രനെയും കൂട്ടരെയും വെളിപ്പെടുത്തൽ. അത് കാരണം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അവർക്ക് നിശ്ചയമില്ലായിരുന്നു അത്രേ. ചന്ദ്രബാബു മരിച്ചുവെന്ന് അവർ തെറ്റിദ്ധരിച്ചതായിരിക്കാമെന്നാണ് ആർഗ്യുമെൻറ്റ്. ഓക്കെ, ചന്ദ്രബാബുവിന് പിന്നെ എന്ത് സംഭവിച്ചു? കുട്ടികൾ സുഖുവിനെ അവർ മുണ്ടക്കായി തിറക്കിവിട്ടു. പൊൻകുന്നം മണിമല റോട്ടിലെ പാറക്കടവിന് സമീപം വെച്ച് അവർ കുഞ്ഞുമോൻ്റെ ജീപ്പിൽ നിന്ന് ഇറങ്ങി. ചന്ദ്രബാബുവിനെ താങ്ങിയെടുത്ത് പിന്നാലെ വന്ന കാറിലിരുത്തി. എന്നിട്ട് കുഞ്ഞുമോൻ്റെ ജീപ്പ് തിരിച്ചയച്ചു. അതിനുശേഷം ചന്ദ്രബാബുവിനെയും കൊണ്ട് അവർ മണിമലയ്ക്ക് പോയി. അല്ലിമ അപ്പോഴേക്കും സാൻഡ്വിച്ചുമായി വന്നു. ഇനി അത് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി, രാജഗോപാൽ നിർദ്ദേശിച്ചു. അല്ലിമ സന്ദീപിൻ്റെ മുഖം ശരിക്കും കാണത്തക്ക വിധം മേശയുടെ കുറിയ വശത്തായിരുന്നു. പിന്നെന്താ സംഭവിച്ചത്? അല്ലിമ ചോദിച്ചു. അയാളത് കഴിക്കട്ടെ മോളെ, വിഷന്നു വന്നല്ലേ, രാജഗോപാൽ ശാസിച്ചു. മങ്ങാട്ടുശ്ശേരിയിൽ കൊണ്ടുപോയി ചന്ദ്രബാബുവിനെ ഭീഷണിപ്പെടുത്തി മാളവികയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അയാളെ പിന്തിരിപ്പിക്കാനായിരുന്നു അത്രേ അവരുടെ ഉദ്ദേശം. എന്നിട്ടെന്ത് ചെയ്തു കൂടിയെന്ന് അവർ പറയണ്ടേ? രാജഗോപാൽ ചോദിച്ചു. അവർ പറയുന്നത് മണിമല പഴയടം പാലത്തിന് സമീപം കാറ് നിർത്തിയ സമയത്ത് ബാക്ക് സീറ്റിലിരുന്ന ചന്ദ്രബാബു ഡോർ തുറന്ന് പുറത്തിയാടിയെന്നാണ്. അത് പച്ചക്കള്ളാണെന്ന് ഉറപ്പല്ലേ? അവരെന്തിനെ കാർ നിർത്തി? ചന്ദ്രബാബു ഇറങ്ങി ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ? കാറ് ഡ്രൈവ് ചെയ്തിരുന്നത് ബാലമാമയായിരുന്നല്ലോ. കക്ഷിക്ക് മൂത്രശങ്ക കലശയായപ്പോഴാണ് കാറ് സൈഡാക്കിയത്. ഈ സമയത്ത് ചന്ദ്രബാബു ആരും കാണാതെ ഡോറ് തുറന്ന് പുറത്തിയാടി പാലത്തിന് നേർക്കോടി. ഹേമേന്ദ്രനും ഹരീന്ദ്രനും പുറകെ ചെന്നു. പാലത്തിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോഴേക്കും ചന്ദ്രബാബു തളർന്നു. പിടിവീഴുമെന്ന് കണ്ടപ്പോൾ പാലത്തിൻ്റെ കൈവരിയിൽ തപ്പിപ്പിടിച്ച് കയറിയിട്ട് ആറ്റിലേക്ക് ചാടി. ഒഴുക്കിൽപ്പെട്ട് ചന്ദ്രബാബു മറിഞ്ഞും നീന്തിയും പോകുന്നത് അവരെ പാലത്തിൽ നിന്നും കണ്ടെത്തേ. ചന്ദ്രബാബു ഒന്ന് രക്ഷപ്പെട്ടു എന്നാണോ അവർ പറയുന്നത്? അതോ മുങ്ങി മരിച്ചെന്നോ? മുങ്ങി മരിച്ചെങ്കിൽ ഡെഡ് ബോഡി കിട്ടണ്ടേ? അത് കിട്ടാത്തത് കൊണ്ട് അവർ വിചാരിച്ചു നീന്തി രക്ഷപ്പെട്ടെന്ന്. അങ്ങനെ ഒരാളെ രാത്രി പുഴയിൽ ചാടി മുങ്ങി മരിച്ചെങ്കിൽ അവർ പോലീസിൽ അറിയിക്കണ്ടേ? രാജഗോപാൽ ആരാഞ്ഞു. അവർ പറയുന്നത് ചന്ദ്രബാബു മുങ്ങി മരിച്ചതായിട്ട് ഒരു തെളിവും അവശേഷിക്കുന്നില്ലെന്നായിരുന്നു. ഡെഡ് ബോഡി ആരും കണ്ടെത്തിയതായിട്ട് വിവരമില്ല. അപ്പോൾ രക്ഷപ്പെട്ട് കാണാനാണ് സാധ്യത. രക്ഷപ്പെട്ട അയാളെപ്പറ്റി പോലീസിൽ അറിയിച്ചിട്ട് എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? തട്ടിക്കൊണ്ടുവന്നത് അവരായതുകൊണ്ട് കേസ് അവരുടെ മേൽ വരികയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഒന്നിനും പോകാതെ അവരടങ്ങിയിരുന്നു. അവർ പറഞ്ഞതെല്ലാം പോലീസ് അതേപടി വിശ്വസിച്ചു. സന്ദീപ് വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ചന്ദ്രബാബുവിനെ തട്ടിക്കൊണ്ടു പോന്നു എന്നതിനപ്പുറം അവർക്കെതിരെ വേറെ തെളിവുകളൊന്നുമില്ല, സന്ദീപ് വെളിപ്പെടുത്തി. അവരെ ഒന്നിച്ച് ചോദ്യം ചെയ്ത ഓരോരുത്തരെയും കൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദ്യം ചെയ്യാമായിരുന്നു. ചോദ്യം ചെയ്യലൊക്കെ അങ്ങനെ തന്നെ നടന്നത്. പക്ഷേ ഹേമേന്ദ്രൻ പഠിച്ച കളനല്ലേ, അയാൾ അവർക്കെല്ലാം സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. എല്ലാ ചോദ്യത്തിനും അവരെല്ലാം ഒരേ മാതിരി തന്നെ ഉത്തരം പറഞ്ഞു. 22 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം എല്ലാവരും കൃത്യമായിട്ട് ഒരുപോലെ തന്നെ ഓർമ്മിച്ച് പറഞ്ഞെങ്കിൽ അതിൽ തന്നെ വ്യക്തമല്ല സന്ദീപ്. അവരെല്ലാം ഒരേ കാര്യം തന്നെ പഠിച്ചു പറഞ്ഞതാണെന്ന്. അതെല്ലാം ചോദ്യം ചെയ്ത പോലീസിനെ അറിയാം. പക്ഷെ കൃത്യമായിട്ട് എല്ലാ ചോദ്യത്തിനും ഒരുപോലെ മറുപടി പാടില്ല എന്നൊരു നിയമമില്ലല്ലോ. ഒരേപോലുള്ള മറുപടി സത്യം പറയുന്നതിൻ്റെ ലക്ഷണമായല്ലേ കോടതി പോലും കരുതും. കേസ് കോടതിയിൽ ചെന്നാലും അവരിത് തന്നെയല്ലേ പറയാൻ പോകുന്നത്? രാജഗോപാൽ ചോദിച്ചു. മറിച്ചാണ് സത്യം എന്ന് വാദിക്കാൻ നമ്മുടെ ഭാഗത്ത് തെളിവൊന്നുമില്ലല്ലോ. ഇതെല്ലാം ഹേമേന്ദ്രൻ പോലീസിൻ്റെ ബുദ്ധി കണ്ടുപിടിച്ച ഉപായങ്ങളാണ്.
പ്രതിസ്ഥാനത്ത് പാവങ്ങളായിരുന്നെങ്കിൽ പോലീസിനെ അവരെ ഇടിച്ചു പിഴിഞ്ഞ് സത്യം പറയിപ്പിക്കാം. ഇതങ്ങനെയല്ലല്ലോ. പ്രതികളിലെ 2 പേര് 80 വയസ്സിനോട് അടുത്ത് നിൽക്കുന്ന 2 വൃദ്ധന്മാർ, മറ്റൊരാൾ പോലീസ് ഉദ്യോഗസ്ഥൻ, ശേഷിക്കുന്നയാളെ പണക്കാരനും നാട്ടിലെ സ്വാധീന ശക്തിയുള്ളയാളും. അവരോട് 4ാം മുറ എടുക്കാനൊന്നും പോലീസ് തയ്യാറാവില്ലല്ലോ. അപ്പോൾ ഇതുവരെ നടന്ന അന്വേഷണം അറസ്റ്റും എല്ലാം വെറും പ്രഹസനമായി തീരുമെന്നാണോ? രാജഗോപാലിൻ്റെ സ്വരത്തിൽ നിരാശ കലർന്നു. മറുവശത്ത് ഒരു ഡെഡ് ബോഡി ഇല്ലല്ലോ അങ്ങളെ. 22 വർഷം മുമ്പ് നടന്ന ഒരു മാൻ മിസ്സിങ് സ്വീകരിക്കാവുന്ന നിയമ നടപടികൾക്കൊരു പരിധിയുണ്ട്. ഒരു കൊലപാതകം നടന്നെന്ന് ഉറപ്പാക്കണമെങ്കിൽ ഡെഡ് ബോഡി കിട്ടണം. അത് കിട്ടിയാൽ അന്വേഷണത്തിൻ്റെ സ്വഭാവം മാറും. ഈ പറഞ്ഞ കഥകളൊന്നും നിലനിൽക്കില്ല. കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നുവന്ന് 2 ദൃക്സാക്ഷികൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടല്ലോ. അവർ 2 പേരും മദ്യപിച്ച് മതോന്മാത്മരായതുകൊണ്ട് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഇല്ലായിരുന്നു എന്ന് വാദിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? ഡെഡ് ബോഡി എന്ത് ചെയ്തു എന്നതിനെപ്പറ്റി 2 പേർക്കും യാതൊരു അറിവും ഇല്ലതാണ്. ചുരുക്കത്തിൽ വൈകുന്നേരം വരെ വെള്ളം കോരിയത് വെറുതെയായി. അങ്ങനെയൊന്നും നമ്മൾ നിരാശപ്പെടേണ്ടെങ്കിലേ. ഇത്രയിടം വരെ എത്തിക്കാമെങ്കിൽ ഇതിൻ്റെ അടിത്തട്ട് കൂടി കണ്ടിട്ട് നമ്മൾ പിന്മാറുന്നുള്ളൂ. സന്ദീപ് ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഒരു കച്ചിത്തുരുമ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ. പൊന്നൻ എന്നൊരു തെങ്ങുകയറ്റക്കാരൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ മനുഷ്യനെ ഒന്ന് കാണണം. ഇനിയും മണിമലയ്ക്ക് പോകണോ? കേട്ടിരുന്ന അല്ലിമയ്ക്ക് ആശങ്കയായി. ഇനി അങ്ങോട്ട് ചെന്നാൽ അവരുടെ ആൾക്കാർ വെറുതെ വിടുമോ? ഇപ്പം തന്നെ അറസ്റ്റും റിമാൻഡും ഒക്കെ ആയിട്ട് ആകെ പ്രശ്നമായിരിക്കില്ലേ? അല്ലി, ഇപ്പോൾ റിമാൻഡിൽ കിടക്കുന്നവർ ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെന്തെങ്കിലും ചെയ്യണം. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, അനിച്ചേട്ടനും കൂടെ ഉണ്ടാവും. പിന്നെ പോലീസിൻ്റെ ഹെൽപ്പും കിട്ടും. പൊന്നെ എന്ന ആളെ കണ്ടാൽ എന്താണ് മെച്ചം? രാജഗോപാൽ ചോദിച്ചു. കുറേ കാലം മുമ്പ് കല്ലാറ്റുപടിക്കൽ ഒരു പോത്ത് ഇടിവെട്ടേറ്റ് ചത്തിരുന്നു അത്രേ. അതിനെ കുഴിച്ചിട്ടത് കല്ലാറ്റുപടിക്കൽ പുരയിടത്തിലാണ്. അത് ചന്ദ്രബാബുനും മിസ്സിങ്ങും തമ്മിൽ ഏതാണ്ട് ബന്ധമുണ്ടോ എന്ന് ഒന്നുകൂടെ അരിച്ചു പെറുക്കി നോക്കണം. ഡോർബെല്ലിൻ്റെ ശബ്ദം ഹാളിൽ മുഴങ്ങി. അല്ലിമ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ രാജഗോപാൽ വിലക്കി. ഞാൻ പോയി നോക്കാം. രാജഗോപാൽ അല്ലിമയെ തനിച്ച് സിറ്റൗട്ടിലേക്ക് പോലും വിടാറില്ല. ശത്രുഭീതിയാണ് കാരണം. ഏത് നിമിഷവും അവൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായേക്കും എന്ന് അയാൾ ഭയപ്പെടുന്നുണ്ട്. രാജഗോപാൽ ചെന്ന് വാതിൽ തുറന്നു. കിഷോറായിരുന്നു വാതിലിനപ്പുറം. കയറി വരൂ, രാജഗോപാൽ ക്ഷണിച്ചു. കിഷോർ വീട്ടിനുള്ളിലേക്ക് കയറി. സന്ദീപ് വാഷിംഗ് ബേസിനിൽ കൈ കഴുകിയിട്ട് ഇരിപ്പിടത്തിനരികിലേക്ക് വന്നു. അല്ലിമ കൊടുത്ത ടവലിൽ കൈ തുടച്ചു. നീയായിരുന്നോ? സന്ദീപ് കിഷോറിനെ കണ്ട് ചോദിച്ചു. നീ കൂത്താട്ടുകുളത്തിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു. വീട്ടിൽ വന്നപ്പോൾ കാർ കിടക്കുന്നത് കണ്ടു. അമ്മയെ പറഞ്ഞത് സന്ധ്യവേട്ടൻ വീട്ടിലുണ്ടെന്ന്. ഇരിക്കടാ. കിഷോർ ഇരുന്നു. കൊണ്ടുവിടാൻ പോയതോ കൂട്ടിക്കൊണ്ടുവരാൻ പോയതോ? കൂത്താട്ടുകുളത്ത് കൊണ്ടുവിടാൻ. എവിടെയെങ്കിലും എത്തിയോ? അല്ലിമ അർദ്ധഗർഭമായി ചോദിച്ചു. ഞാൻ കോടീശ്വരൻ എന്ന പ്രോഗ്രാമിൽ 50-50 എന്നൊരു ഓപ്ഷനല്ലേ, ഞാനിപ്പോൾ ആ ഓപ്ഷൻ എടുത്ത് നിൽക്കുക. സോഫിയ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട് കാര്യങ്ങളെല്ലാം വീട്ടുകാരോട് തുറന്നു പറഞ്ഞു. ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ അവർ സകല എഫർട്ടും എടുത്ത് അവളെ പിന്തിരിപ്പിക്കാം. അല്ലെങ്കിൽ അതിനെല്ലാം ചെറുത്ത് തോൽപ്പിച്ച് അവൾക്ക് തിരിച്ചു വരാം. നിന്റെ കണക്കൂട്ടിൽ എന്താ? അവൾ ഈ പരീക്ഷ പാസ്സാകുമെന്നാണോ തോൽക്കുമെന്നാണോ? അവളതെല്ലാം സർവൈവ് ചെയ്ത് തിരിച്ചു വരും സന്തോഷം. വന്നാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അവൾക്ക് പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കാൻ പറ്റിയൊരു ഷെൽട്ടർ 6 മാസത്തേക്ക് മതി. IELTS പാസ്സാകേണ്ട സമയം. അല്ലിമ അർത്ഥവത്തായി അച്ഛനെ നോക്കി. ഒളിച്ചു കളിക്കാതെ കാര്യം തുറന്നു പറ കിഷോർ. അപ്പോഴേക്കും കിഷോറിന് ജാളിയായി. കിഷോറിൻ്റെ വീട്ടിലെന്താ കുഴപ്പം? ഇവിടുത്തെ പോലെ തന്നെയല്ലേ? നിങ്ങൾ 4 പേരല്ലേ ഉള്ളൂ ആ വീട്ടിൽ. ഇവിടെ 5 പേരാണ്. അവിടെ സ്ഫോടനം നടക്കും. ഇപ്പം തന്നെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്നാലേ അറിയേണ്ടതല്ലേ? ഇപ്പം മുതൽക്കേ എന്തിനു വഴക്കും ടെൻഷനും? നിന്റെ അഭിപ്രായം എന്താ? രാജഗോപാൽ അല്ലിമയെ നോക്കി. നിന്നോട്ടെ അച്ഛാ, ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അല്ലിമ കിഷോറിനെ പിന്തുണച്ചു. ഇയാളിവിടെ അടിക്കടി വരാൻ പാടില്ല. ഈ വീടിന് നിനക്ക് നോക്കാൻ പോലും പാടില്ല, രാജഗോപാൽ കപട ഗൗരവത്തിൽ പറഞ്ഞു. കിഷോർ അയാളുടെ നേർക്ക് കൈകൂപ്പി. ഞാൻ വഴിമാറി നടന്നോളാം. സത്യം സത്യം സത്യം. അല്ലിമയ്ക്കും സന്ദീപിനും അതേ കണ്ട് ചിരി വന്നുപോയി. സന്ദീപേട്ട, കേസ് എവിടെ വരെ? നാളെ മണിമലയ്ക്ക് പോകുന്നു. എന്നിട്ട് സന്ദീപ് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ആ തെങ്ങുകയറ്റക്കാരൻ എന്നോ നടന്ന ഒരു റിയൽ സംഭവം പറഞ്ഞതായിരിക്കും. അതും ഈ കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവോ? കിഷോർ സംശയം പ്രകടിപ്പിച്ചു. ചിലപ്പോൾ ഒരു തുമ്പ് കിട്ടിയാലോ? സന്ദീപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. അയാൾക്ക് സംഭവം നടന്ന ഡേറ്റോ ഇയറോ ഓർമ്മയുണ്ടാവോ? ഒരിക്കലും ഇല്ല. അയാളെ സംസാരത്തിനിടയിൽ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതെന്താണ്? കിഷോർ തിരക്കി. പൊന്നൻ ചേട്ടൻ്റെ ഇളയ മകളുടെ പ്രസവം പോത്തിനെ കുഴിച്ചിട്ടതിൻ്റെ 2 ദിവസം മുമ്പായിരുന്നെന്ന്. രാജഗോപാലിൻ്റെ കണ്ണുകളിൽ ഒരു വെളിച്ചുണ്ടായി. അതായത് പൊന്നൻ്റെ മകൾ പ്രസവിച്ച കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയ സംഭവം നടന്ന ദിവസം കൃത്യമായി കണ്ടുപിടിക്കാമെന്ന്. ഓക്കെ എങ്കിൽ നമുക്കതൊന്ന് നോക്കാം.
ഒരു കാര്യം ചെയ്യാം, ഞാനും സന്ദീപിൻ്റെ കൂടെ വരാം. രാജഗോപാലിന് ഉത്സാഹമായി. ഞാനും വരട്ടെ? കിഷോറിന് താല്പര്യം. ശരി, നമുക്ക് 3 പേർക്കും കൂടി പോകാം. കാഞ്ഞിരപ്പള്ളിയിലുണ്ട് അനിച്ചേട്ടൻ. അപ്പോൾ നമ്മൾ 4 പേരെ, സന്ദീപ് പറഞ്ഞു. മണിമലയാറിൻ്റെ തീരത്ത് പുറമ്പോക്ക് സ്ഥിതി ചെയ്യുന്ന ചെറിയ വീടിന് സമീപത്തെ മൺറോഡിൽ കാറിൻ്റെ ചക്രങ്ങൾ പതിഞ്ഞു ചെന്ന് നിന്നു. സന്ദീപും അനീബാബുവും കാറിൽ നിന്ന് ഇറങ്ങി. 2 പേരും കൂടി ആ വീട്ടിലേക്ക് ചാഞ്ഞ വഴിയിൽ ഇറങ്ങിച്ചെന്നു. വീടിൻ്റെ തിണ്ണയിൽ ആരും കാണുന്നില്ല. പൊന്നൻ ചേട്ടാ, അനീബാബു വിളിച്ചു. വീട്ടിനുള്ളിൽ ആരോ ചുമയ്ക്കുന്ന ശബ്ദം വീണ്ടും കേൾക്കായി. അല്പനിമിഷത്തിനകം ഒരു കുറിയ മനുഷ്യൻ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. പൊന്നൻ ചേട്ടാ ഇവിടെ ഇല്ലേ? അനീബാബു ചോദിച്ചു. അച്ഛൻ മരിച്ചുപോയല്ലോ, അറിഞ്ഞില്ലേ? സന്ദീപിൻ്റെ മനസ്സിടിഞ്ഞു. അനീബാബുവും ഓർക്കാപ്പുറത്ത് അടിയേറ്റാൽ എന്ന പോലെ സ്തംഭനായി നിന്നുപോയി. അധ്യായം 24. 4 ദിവസം മുമ്പായിരുന്നു പൊന്നൻ്റെ മരണം. രാത്രി ചോറുണ്ടെണീറ്റ് കൈയഴുകി ഒരു ബീഡി പുകച്ചുകൊണ്ട് തിണ്ണയിൽ വന്നിരുന്നു. അത് വലിച്ചു തീർത്തിട്ട് മുറിക്കകത്ത് കയറി വെള്ളച്ചിയോടൊരു കട്ടൻ ചായ വേണമെന്ന് ആവശ്യപ്പെട്ടു. പതിവില്ലാത്ത കാര്യമായതുകൊണ്ട് വെള്ളച്ചി പിറുപിറുപ്പോടെയാണ് കട്ടൻ ചായ ഇട്ട് ഗ്ലാസ്സിൽ പകർന്നു കൊടുത്തത്. ഒരു കവള് കുടിച്ചു. വെള്ളച്ചിയെ നോക്കി ചെറുതായെന്ന് ചിരിച്ചു. ഒരെക്കിൾ വന്നു പുറകോട്ട് മറഞ്ഞു കഴിഞ്ഞു. പൊന്നം പോയെന്നറിഞ്ഞ് കിടന്നുപോയ വെള്ളച്ചി പിന്നെ എണീറ്റില്ല. ഇപ്പം മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഒക്കെയാണ് വീട്ടിലുള്ളത്. ഇത്രയും വിവരങ്ങൾ സന്ദീപും അനീബാവും കൂടി വന്ന് രാജഗോപാലിനോട് പറഞ്ഞു. മരണം നടന്ന വീടാണ്. പോത്തിൻ്റെ മരണവും ഇടിവെട്ടലും കുഴിച്ചുകൂടലും ഒക്കെ ഈ സമയത്ത് ചോദിക്കുന്നത് തികച്ചും അനൗചിത്യമായിരിക്കും. പൊന്നഞ്ചേട്ടൻ ഇല്ലെങ്കിൽ ആകെ കുഴമല്ലോ. സന്ദീപ് നിരാശപ്പെട്ടു. ഞാൻ പോയി സംസാരിച്ചാലോ? കിഷോർ ചോദിച്ചു. പഞ്ചായത്തിൽ നിന്നുള്ള ആളുകളാണെന്നോ മറ്റോ പറഞ്ഞ് പൊന്നഞ്ചേട്ടൻ്റെ മക്കളുടെയും കൊച്ചുമകളുടെയും വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് പോരാ. രാജഗോപാൽ അങ്കിളിനെ അവർക്ക് പരിചയമില്ലല്ലോ. ഞങ്ങൾ 2 പേരും കൂടി ചെല്ലാം. മരണം നടന്ന വീട്ടിലെത്തിച്ചു. കള്ളം പറയുമ്പോൾ ഒരു മനപ്രയാസം തോന്നാതിരിക്കാൻ അവർക്ക് ചെറിയൊരു തുക സംഭാവനയായി കൊടുത്തേക്കാം. പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചതാണെന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരു 5,000. അവർക്കതൊരു സഹായമായിരിക്കും. നമുക്ക് കുറ്റബോധം വേണ്ടതാനും. സന്ദീപ് പറഞ്ഞപ്പോൾ രാജഗോപാൽ അതിനോട് അനുകൂലിച്ചു. സന്ദീപ് പണം എടുത്ത് കൊടുത്തു. അതിനെ ആവശ്യം വരില്ല, നിങ്ങൾ ചെല്ല്. കണ്ണപ്പൻ്റെ പ്രായം കൃത്യമായിട്ട് ചോദിക്കണം. ID കാർഡ് ഉണ്ടെങ്കിൽ വാങ്ങി നോക്കണം. പൊന്നഞ്ചേട്ടൻ്റെ ഇളയ മോളുടെ മകനാണ്. ശരി, നോക്കിയിട്ട് വരാം. രാജഗോപാലും കിഷോറും കൂടി പൊന്നൻ്റെ വീട്ടിലേക്കുള്ള വഴിയിറങ്ങിപ്പോയി. പൊന്നഞ്ചേട്ടനില്ലാതെ പണ്ട് പോത്തിനെ കുഴിച്ചിട്ട സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കും? അനീബാബു സംശയം പ്രകടിപ്പിച്ചു. 18-ാം മാത്തി തെങ്ങ് എന്നല്ലേ പൊന്നഞ്ചേട്ടൻ അന്ന് പറഞ്ഞത്? അതായത് 18-ാമത്തെ മാസത്തിൽ കായ്ക്കുന്ന ഒരു പ്രത്യേക ഇനം തെങ്ങ്, സന്ദീപ് പറഞ്ഞു. പോത്തിനെ കുഴിച്ചിട്ടെടുത്ത് പൊന്നഞ്ചേട്ടനെ കൊണ്ട് ആ തെങ്ങിൻ തൈയാണ് വയ്പ്പിച്ചത്. നമ്മളെങ്ങനെ തെങ്ങിൻ്റെ തരം തിരിച്ചറിയും? സാറിനറിയോ? ചെന്തങ്ങ് കണ്ടാൽ എനിക്കറിയാം, വേറൊന്നും എനിക്കറിയില്ല. അറിയാവുന്ന ആരെങ്കിലും വിളിക്കണം. പൊന്നഞ്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയ രാജഗോപാലും കിഷോറും തിരിച്ചെത്തി. പൈസ കൊടുത്തോ? സന്ദീപ് ചോദിച്ചു. കൊടുത്തു. കണ്ണപ്പൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടി, കിഷോർ പറഞ്ഞു. 96 ജൂലൈ 26. ID കാർഡിലെ ഫോട്ടോ ഞാൻ ഫോണിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. കിഷോർ ഫോണിലുള്ള ചിത്രം സന്ദീപിന് കാണിച്ചു കൊടുത്തു. ഇത് സംഭവം കറക്റ്റാണല്ലോ, സന്ദീപ് ഉദ്യോഗത്തോടെ പറഞ്ഞു. 27-നല്ലേ ചന്ദ്രബാബു മിസ്സായത്? അതങ്ങനെ ശരിയാവും. ജൂലൈ 28-നോ 29-നോ ആയിരിക്കും ഇടിവെട്ടേറ്റ് ചത്ത പോത്തിനെ കുഴിച്ചിട്ടത്. അതിന് 2 ദിവസം മുമ്പാണ് പൊന്നഞ്ചേട്ടൻ്റെ ഇളയ മോൾ കണ്ണപ്പനെ പ്രസവിച്ചത് എന്നാണ് ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഏറെക്കുറെ ശരിയാണ്, രാജഗോപാൽ പറഞ്ഞു. പക്ഷെ 2 സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് എന്താ ഉറപ്പ്? ഹേമേന്ദ്രൻ്റെ ഹീനബുദ്ധി ഇതിൻ്റെ പിറകിൽ കാണും. ഒന്നാമത്തെ കാര്യം, കൂട്ടിക്കൽ സുഖവും കുഞ്ഞുമോനും പറഞ്ഞത് ചന്ദ്രബാബുവിനെ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ്. പക്ഷെ ഡെഡ് ബോഡി മറവ് ചെയ്തില്ല. അപ്പോൾ രാത്രി 12 മണിയൊക്കെ ആയിക്കാണും. പിന്നെ രാത്രി ഡെഡ് ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്യാൻ സമയമില്ല. അതുവരെ കൊണ്ടുവന്ന ജീപ്പിലല്ല, ബോഡി കാറിലേക്ക് മാറ്റി. അവർ വീട്ടിലേക്ക് കാറ് വിട്ടു. റബ്ബർ തോട്ടത്തിലോ മറ്റോ വെച്ച് ബോഡി ഡിക്കിയിലേക്ക് മാറ്റിക്കാണും. വീട്ടിൽ കാറെത്തിച്ച ശേഷം ബോഡി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പോൾ തോന്നിയ ബുദ്ധിയായിരിക്കും അടുത്ത ദിവസം ഒരു പോത്തിനെ കൊല്ലാം, എന്നിട്ട് ഇടിവെട്ടേറ്റ് ചത്തതാണെന്ന് പറയാം. അതിനെ കുഴിച്ചു മൂടുന്ന മറവിൽ ചന്ദ്രബാബുവിൻ്റെ ബോഡിയും മറവ് ചെയ്യാം. അങ്ങനെ ചിന്തിക്കാനും സാധ്യതയുണ്ട്. രാജഗോപാൽ അനുകൂലിച്ചു. മറവ് ചെയ്ത സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കതേപ്പറ്റി ഒരു അന്വേഷണം നടത്തി നോക്കാം, സന്ദീപ് പറഞ്ഞു. അവർ കാറിൽ കയറി കല്ലാറ്റുപടിക്കൽ പുരയിടത്തിലുള്ള റോഡിലേക്ക് പോയി. ആ പ്രദേശത്തെ ചില വീട്ടുകാരെ സമീപിച്ചു. 2 പതിറ്റാണ്ട് മുമ്പ് കല്ലാറ്റുപടിക്കൽ ഒരു പോത്തിനെ മണ്ണുമാന്ത യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചിട്ട സംഭവം ഓർമ്മയുണ്ടോ എന്ന് തിരക്കി. പല വീട്ടുകാർക്കും അറിയില്ല. അവരിൽ മിക്കവരും കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ അവിടെ സ്ഥലം വാങ്ങി വീട് വെച്ചവരാണ്.
പഴയ തറവാട് നോക്കിയാൽ മതി, കിഷോർ നിർദ്ദേശിച്ചു. തറവാട് പുതുക്കിപ്പണിതവരും ഉണ്ടാവുമല്ലോ എന്നായി സന്ദീപ്. കിഷോർ പറഞ്ഞ പോലെ ഒരു പഴയ തറവാട് വീട് കണ്ടെത്തി. അവിടെയുള്ള ആളുകളോട് അന്വേഷണം നടത്തി. നിങ്ങളാരും വന്നുകൂടിയവരല്ലല്ലോ, ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരല്ലേ? ആ വീട്ടിലെ ഒരു മധ്യവയസ്കയോട് രാജഗോപാൽ ചോദിച്ചു. ഞാനിവിടെ കല്യാണം കഴിച്ചു വന്നതാ. ഇച്ചായൻ കടയിൽ പോയിരിക്കുക. ഇച്ചായൻ്റെ അപ്പൻ ഇപ്പോൾ വരും, ആ സ്ത്രീ പറഞ്ഞു. അധികം വൈകാതെ ആലിങ്കൽ പൈലിച്ചൻ എന്നിവരുള്ള കഷണ്ടിക്കാരൻ വൃദ്ധൻ പള്ളിപ്പടി പാലത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചു വന്നു. സ്കൂട്ടറിൽ ഒരു ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ സ്കൂട്ടറിലിരുന്ന് മുറ്റത്ത് നിൽക്കുന്ന ആളുകളെ നോക്കി. പിരിവുകാരാണോ? അല്ല, പിരിവുകാരല്ല, പേടിക്കണ്ട, രാജഗോപാൽ ചെറുചിരിയോടെ പറഞ്ഞു. ഗ്യാസ് സിലിണ്ടർ സ്കൂട്ടിയിൽ നിന്നും ഇറക്കി മറിച്ചിട്ട് സിറ്റൗട്ടിനകത്തേക്ക് ചവിട്ടി ഉരുട്ടിയ ശേഷം പാരിച്ചായൻ അവരെ സമീപിച്ചു. രാജഗോപാൽ സൗമ്യനായി തങ്ങളുടെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി. ആ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ ഈ JCB എന്ന് പറയുന്ന സാധനം അധികം ഇറങ്ങിയിട്ടില്ല. അത് കാണാൻ എല്ലാവർക്കും വലിയ കൗതുക. അന്നത്തെ കാലത്ത് JCB പണിയെടുക്കുന്നിടത്ത് കുറച്ച് കാഴ്ചക്കാരുണ്ടാവും. എന്നാത്തിനാ ഇപ്പോൾ ഇതൊക്കെ അന്വേഷിക്കുന്നത്? പോത്തിനെ കുഴിച്ചിടുന്ന ചേട്ടൻ കണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി, രാജഗോപാൽ പറഞ്ഞു. കാര്യം എന്നാന്ന് പറയാതെ എങ്ങനെയാ? നമുക്കിത് കുരിശാവുമെന്ന് അറിയണ്ടേ? കാര്യം വേറൊന്നുമല്ല, സന്ദീപ് ഇട്ടു. അന്ന് 4 ആനക്കൊമ്പ് കൂടി അക്കൂട്ടത്തിൽ കുഴിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ആനക്കൊമ്പ് കൈവശം വെക്കുന്ന ക്രിമിനൽ കുറ്റമാണെന്ന് നിയമം വന്ന കാലത്താ സംഭവം. പിടി വീഴാതിരിക്കാൻ വേണ്ടി അന്ന് പലരും കൈവശമുള്ള ആനക്കൊമ്പ് ഒളിപ്പിച്ചു. ആനക്കൊമ്പിൻ്റെ കാര്യമൊന്നും എനിക്കറിയാൻ മേല. പണ്ട് പോത്തിനെ കുഴിച്ചിട്ടത് ആറ്റുമാലിക്കാം. ആ സ്ഥലം എനിക്കൊരുമാതിരി ഓർമ്മയുണ്ട്. ഒരു ഐഡിയ കിട്ടിയാൽ മതി. കൃത്യസ്ഥലം കാണണമെന്നില്ല, സന്ദീപ് പറഞ്ഞു. ബാ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പാരിച്ചായൻ ചോദിച്ചു. കാറില്ലെന്ന സ്ഥലമല്ലേ? കാറ് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എന്നാ നടക്കാം. പാലിച്ചായൻ മുമ്പേ നടന്നു. പാലിച്ചായൻ്റെ പുരയിടത്തിൻ്റെ കയ്യാലക്കെട്ടിറങ്ങി റബ്ബർ തോട്ടത്തിലേക്ക് രാജഗോപാലും അനീബാബും കിഷോറും സന്ദീപും അയാളെ അനുഗമിച്ചു. റബ്ബർ തോട്ടത്തിൻ്റെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ നടന്നു തെളിഞ്ഞ വഴിയുണ്ടായിരുന്നു. പാലിച്ചായൻ്റെ പിന്നാലെ പോയി ഒരു നടപ്പാതയിലെത്തി. ആറ്റിറമ്പിലെ മൺതിട്ടയ്ക്ക് മീതെ കുറേ ദൂരം കൂടി പോയി ചെറിയൊരു ചതിപ്പ് പോലെ തോന്നിച്ച ഭാഗത്തെത്തി. അവിടെ വാഴയും കപ്പയുമാണ് കൃഷി. ചതുപ്പിനപ്പുറം ചെന്നപ്പോൾ പാലിച്ചായ നിന്നു. കൺമുമ്പിൽ വായുവിന് വൃത്താകൃതിയിൽ ചൂണ്ടുവിരൽ കൊണ്ട് വരച്ചു കാണിച്ചു. ഈ ഭാഗത്ത് എവിടെയോ ആണെന്ന് തോന്നുന്നു. പാലിച്ചൻ വരച്ചു കാട്ടിയ സ്ഥലം ഏകദേശം 1/2 ഏക്കറോളം വരുമെന്ന് സന്ദീപ് കണക്കൂട്ടി. അതൊരു അന്യായ വട്ടമായി പോയല്ലോ പാലിച്ചായ, അനീബാബു പറഞ്ഞു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞില്ലേ? അന്ന് തെങ്ങും പറമ്പായിരുന്നു, ഇപ്പോൾ റബ്ബർ തോട്ടം. കൃത്യമായിട്ട് കാണിക്കാൻ ആരെക്കൊണ്ട് പറ്റും? സന്ദീപ് ചുറ്റുപാട് നോക്കി. എല്ലായിടത്തും ഒരുപോലെ ഇരിക്കുന്നു. കുന്നോ കുഴിയോ ഒന്നുമില്ല. പുഴവക്കിലെ നേരിയ ചെരിവോടെ പരന്നു കിടക്കുന്ന സ്ഥലം, നിരവത്ത് നിൽക്കുന്ന റബ്ബർ മരങ്ങൾ, ഇടയ്ക്ക് അങ്ങിങ്ങ് തെങ്ങ്. ഇവിടെ എങ്ങനെ JCB വന്നു? റോഡൊന്നുമില്ലല്ലോ, റബ്ബറല്ലേ എല്ലായിടത്തും? കിഷോർ ചോദിച്ചു. അന്ന് റബ്ബറില്ല, തെങ്ങും കവുങ്ങും മാത്രമേ ഉള്ളൂ. JCB എതിലെ വേണമെങ്കിലും പോയിക്കോളല്ലോ, പാരിച്ചൻ പറഞ്ഞു. 18ാം മാസത്തെ കായ്ക്കുന്ന ഒരു ജാതി തെങ്ങുണ്ടല്ലോ, ചേട്ടനെ അത് കണ്ടാൽ തിരിച്ചറിയാം, അനീബാബു ചോദിച്ചു. ഒരാൾ പൊക്കത്തിലുള്ളതൊക്കെ ആണെങ്കിൽ കണ്ടാലറിയാം, വലിയ തെങ്ങാണെങ്കിൽ തിരിച്ചറിയാൻ പാടാം. ഇവിടെ ഒരു 5-6 തെങ്ങ് നിൽപ്പുണ്ടല്ലോ, അതിലേതെങ്കിലും ആണെന്ന് പറയാൻ പറ്റുമോ? പലയിടത്താണ് തെങ്ങുകൾ. പാരിച്ചായൻ അവയിൽ ഓരോന്നിൻ്റെ ചുവട്ടിൽ ചെന്ന് നോക്കി. എല്ലാം കണ്ടിട്ട് ഒരുപോലെ ഇരിക്കുന്നു, വർഷം കുറേ ആയില്ലേ? പാരിച്ചായൻ കൈമലർത്തി. കിഷോർ ആ സ്ഥാനത്തിൻ്റെയും തെങ്ങുകളുടെയും ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി. കണ്ടു കഴിഞ്ഞല്ലോ, ഇനി പോകാമല്ലോ, പാരിച്ചൻ പറഞ്ഞു. ഇവിടുന്ന് നേരെ റോഡിലോട്ട് കയറാൻ പറ്റില്ലേ പാരിച്ചായ? റോഡിൻ്റെയും സ്ഥലത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തെപ്പറ്റി ഇതിനകം ധാരണ കിട്ടിക്കഴിഞ്ഞു സന്ദീപിന്. ഇവിടുന്ന് നേരെ കയറിപ്പോയ റോഡാ. മരങ്ങൾ കാരണം റോഡ് കാണാൻ മനഞ്ഞത്. റോഡിനും തോട്ടത്തിനും ഇടയ്ക്ക് കയ്യാലയൊക്കെ ഉണ്ട്, പാരിച്ചായൻ പറഞ്ഞു. ഞാൻ പാരിച്ചായൻ്റെ കൂടെ തിരിച്ചു പോയി കാറുമായിട്ട് വരാം, നിങ്ങൾ മുകളിലോട്ട് പോയി റോഡിൽ കയറി നിന്നാൽ മതി, സന്ദീപ് പറഞ്ഞു. പാരിച്ചായനും സന്ദീപിനും തിരികെ പോയി. പാരിച്ചായൻ്റെ വീട്ടിലെത്തിയ ശേഷം സന്ദീപ് യാത്ര പറഞ്ഞു. വളരെ ഉപകാരം പാരിച്ചായൻ, ഇത്രയും ബുദ്ധിമുട്ട് ഞങ്ങളുടെ കൂടെ വന്നല്ലോ. ഓ, ഇതൊക്കെയാണോ ഉപകാരം? പാരിച്ചായൻ എളിമ പ്രകടിപ്പിച്ചു. സന്ദീപ് കാറെടുത്ത് ചെല്ലുമ്പോൾ രാജഗോപാലും കിഷോറും അനീബാവും റോഡരികിലെത്തി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ കാറിൽ കയറി. അങ്കിളെ, നമ്മളിവിടുത്തെ കൃഷി ഓഫീസിൽ പോകണം, സന്ദീപ് പറഞ്ഞു. അതെന്തിനാ? കിഷോർ തിരക്കി. ഈ തോട്ടം മുഴുവൻ ഉഴുതുമറിക്കാൻ നമുക്ക് പറ്റില്ല. തെങ്ങിൻ്റെ ഇനം തിരിച്ചറിയാൻ കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് കഴിയുമായിരിക്കും. തിരിച്ച് മണിമല ജംഗ്ഷനിലെത്തിയപ്പോൾ സന്ദീപ് ഓട്ടോറിക്ഷക്കാരന് കൃഷിഭവൻ എവിടെയെന്ന് തിരക്കി. സാറേ, മണിമല പാലം കടന്ന് അക്കരെ ചെല്ലുമ്പോൾ ഫെറോനപ്പള്ളിയുടെ അങ്ങോട്ടുള്ള റോഡിന്
വലതുവശത്തെ കെട്ടിടം, 2ാമത്തെ നില. അവിടെ ചെന്ന ബോർഡ് കാണാം. ഓട്ടോ ഡ്രൈവർക്ക് നന്ദി പറഞ്ഞ് സന്ദീപ് നേരെ കൃഷിഭവൻ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് വിട്ടു. മണിമല പാലം കടന്ന് മറുകരയെത്തി. സന്ദീപും രാജഗോപാലും കൂടിയാണ് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരെ കാണാൻ കോണിപ്പടി കയറിച്ചെന്നത്. രാജഗോപാൽ തങ്ങളുടെ ആഗമനോദ്ദേശം അറിയിച്ചു. ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണം. 18-ാം മാത്തി എന്നൊരു ഇനം തെങ്ങുണ്ടല്ലോ, അത് തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളം പൊതുവായിട്ടുണ്ടോ? അതിൻ്റെ ഓല കണ്ടാലറിയാം, അല്ലെങ്കിൽ തേങ്ങ കണ്ടാലറിയാം, അതുമല്ലെങ്കിൽ അതിൻ്റെ ഓലപ്പട്ട കണ്ടാൽ തിരിച്ചറിയാം. 18-ാം മാത്തി നാട്ടുഭാഷയാണ്. 18-ാം പട്ട എന്ന് പറയണം. മറ്റു തെങ്ങുകളിൽ നിന്നും തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കും. ഈസി അല്ലേ? ഈ 18-ാം പട്ട ഇനങ്ങളെല്ലാം കുള്ളം തെങ്ങുകളാണ്. കാഴ്ച തെങ്ങ് തിരിച്ചറിയാൻ ഒരു വിഷമമില്ല. പക്ഷേ 18-ാം പട്ട തന്നെ പല ഇനങ്ങളുണ്ട്. മലൻ യെല്ലോ ഡോർഫ്, മലൻ ഓറഞ്ച് ഡോർഫ്, ചാവക്കാടൻ യെല്ലോ ഡോർഫ്, ചാവക്കാടൻ ഓറഞ്ച് ഡോർഫ്, ഗ്രീൻ ഡോർഫ്, ഇങ്ങനെ പലതരങ്ങളാണ്. ആക്ച്വലി നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഒരു പുരയിടത്തിൽ ഇങ്ങനത്തെ തെങ്ങ് നിൽപ്പുണ്ട്. അത് തിരിച്ചറിഞ്ഞെങ്കിൽ വലിയ ഹെൽപ്പായേനെ. എവിടെയാ? പള്ളിപ്പടി ചെറുവള്ളിപ്പാലത്തിനടുത്താണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ആ തെങ്ങിൻ്റെ കാര്യത്തിൽ സംശയമുള്ളതുകൊണ്ടാണ്. ആരെങ്കിലും ഒന്ന് കാണിച്ചെന്നാൽ ഞങ്ങൾ കാറിൽ തിരിച്ചു കൊണ്ടുവരാം. തിരിച്ചു കൊണ്ടുവന്ന് വിടുകയും ചെയ്യാം. അതിൻ്റെ ഫീസ് എത്രയാണെന്ന് വെച്ചാൽ അതും തരാം. ഇന്ന് കൃഷി ഓഫീസർ വാച്ച് നോക്കി. ഇനി സമയമുണ്ടോയെന്നാണ് സംശയം. എത്ര ദൂരം വരും? കുറച്ചേ ഉള്ളൂ, 2 കിലോമീറ്റർ തികച്ചില്ല. ഞങ്ങളെന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ പുറത്ത് ചെയ്യൂ, ഞാൻ നോക്കട്ടെ. സാറിൻ്റെ പേര്? മോഹനൻ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. രാജഗോപാലും സന്ദീപും കൃഷിഭവനിൽ നിന്നിറങ്ങിയിട്ട് കാത്തു നിന്നു. 1/4 മണിക്കൂറിനുള്ളിൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ താഴേക്ക് വന്നു. സന്ദീപ് ഡോർ തുറന്നു കൊടുത്തു. മോഹനൻ കാറിൽ കയറി. അനീബാബുവിനോടും കിഷോറിനോടും അവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് മോഹനോടൊപ്പം സന്ദീപും രാജഗോപാലും പോയി. കാറ് നിർത്തി ഇറങ്ങേണ്ട സ്ഥലം സന്ദീപ് മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. പാലിച്ചായൻ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് മോഹനെ എത്തിച്ച ശേഷം സന്ദീപ് ചോദിച്ചു, ഇതിൽ ഏത് തെങ്ങാണ് സാർ 18-ാം പട്ട? അവിടെ ഒറ്റതിരിഞ്ഞ് കുറേ തെങ്ങുകളുണ്ടായിരുന്നു. ഒരു തെങ്ങിൻ ചൂട്ടിൽ ചെന്ന് മുകളിലേക്ക് നോക്കിയിട്ട് മോഹനൻ പറഞ്ഞു, ഇത് യെല്ലോ ഡാർഫാണ്, 18-ാം പട്ട തന്നെ. സന്ദീപും രാജഗോപാലും പരസ്പരം നോക്കി. യുറേക്ക എന്നുറക്കെ വിളിച്ച് അലറണമെന്ന് സന്ദീപിന് തോന്നി. കൃഷി ഓഫീസർ മറ്റൊരു തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് നീങ്ങി. എന്നിട്ട് തിരിഞ്ഞു നോക്കി പറഞ്ഞു, ഇതും 18-ാം പട്ട തന്നെ, ഗ്രീൻ ഡാർഫ് ഇനത്തിൽപ്പെട്ടത്. ഇത്തവണ സന്ദീപ് കുഴങ്ങി. ഏകദേശം 50 അടിയോളം ദൂരെ നടന്നു നീങ്ങിയിട്ട് കൃഷി ഓഫീസർ മറ്റൊരു തെങ്ങിനെ അടയാളപ്പെടുത്തി. ഇത് ആദ്യത്തെ ഇനത്തിൽപ്പെട്ടതാ, യെല്ലോ. വേറെന്തെങ്കിലും സംശയമുണ്ടോ? സന്ദീപും രാജഗോപാലും വിഷമവൃത്തത്തിലായി. എന്താ നിങ്ങളുടെ പ്രശ്നം? ഇത് കല്ലാറ്റുപടിക്കൽക്കാരുടെ തോട്ടമല്ലേ? കൃഷി ഓഫീസർ ചോദിച്ചു. അതെ, ഞാൻ കല്ലാറ്റുപടിക്കൽ ഫാമിലിയിൽപ്പെട്ട ആളാണ്, സന്ദീപ് പറഞ്ഞു. അവരെല്ലാം വലിയ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണല്ലോ. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തെന്നോ റിമാൻഡ് ചെയ്തെന്നൊക്കെ കേൾക്കുന്നു. ന്യൂസ് പേപ്പറിൽ വായിച്ചാ. പണ്ടേതൊരു ബസ് കണ്ടക്ടർ മിസ്സായതിൽ അവർക്ക് പങ്കുണ്ടെന്നേ. മോഹൻ വിഷയത്തെ സ്പർശിച്ചു എന്ന് കണ്ടപ്പോൾ സന്ദീപിന് ധൈര്യമായി. സാർ, ഞാനൊരു സത്യം പറയട്ടെ. സാറ് ഞെട്ടരുത്. നമ്മളിപ്പോൾ കണ്ട ഈ 3 തെങ്ങുണ്ടല്ലോ, ഇതിലേതോ ഒന്നിൻ്റെ ചുവട്ടിൽ ആ ബസ് കണ്ടക്ടർ കിടപ്പുണ്ട്. കൃഷി ഓഫീസർ മോഹനൻ ഒരു നിമിഷം പകച്ചുപോയി. തമാശ പറയുകയാണെന്ന ഭാവത്തിൽ സന്ദീപിനെ നോക്കി. സന്ദീപിൻ്റെ മൂത്ത ഗൗരവം കണ്ടപ്പോൾ സംഗതി സത്യം തന്നെ എന്ന് ബോധ്യപ്പെട്ടു. അതിനു മുമ്പ് ഒരു ലേഖന പരമ്പര എഴുതിയിരുന്നു. ചന്ദ്രബാബു എന്ന ബസ് കണ്ടക്ടറും മാളവിക എന്ന യുവതിയും തമ്മിൽ പ്രണയവും അവരുടെ തിരോധാനമായ വിഷയം. ഞാനാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. മോഹനൻ ഒന്നും മിണ്ടാതെ 2 പേരെയും മാറി മാറി നോക്കി. അതിൽ മാളവിയുടെ മകൾ ഉപേക്ഷിക്കപ്പെട്ടതായി എഴുതിയിരുന്നില്ലേ? ആ കുട്ടിയെ അഡാപ്റ്റ് ചെയ്ത അച്ഛനാണിത്. സന്ദീപ് രാജഗോപാലിനെ പരിചയപ്പെടുത്തി. ഓക്കെ, എനിക്ക് മനസ്സിലായി, ഞാൻ ഫോട്ടോ കണ്ടിരുന്നു. മോഹനൻ ആദരവോടെ രാജഗോപാലിനെ നേർക്ക് പുഞ്ചിരിച്ചു. എൻ്റെ അച്ഛൻ്റെ കസിനായിരുന്നു മാളവിക. അതായത് എൻ്റെ അച്ഛനും മാളവികയും ചേച്ചിയുടെ അനുജത്തിയുടെ മക്കളാണ്. ഓ, മനസ്സിലായി. അപ്പോൾ അത്ര ഡിസ്റ്റൻസ് ഇല്ലല്ലേ? സാർ, ഇത് ഏത് തെങ്ങിൻ്റെ ചുവട്ടിലാണ് ചന്ദ്രബാബുവിൻ്റെ ഡെഡ് ബോഡി എന്ന് അറിയണം. അതാണ് ഞങ്ങളുടെ പ്രശ്നം. 22 വർഷം മുമ്പ് JCB വെച്ചൊരു പോത്തിനെ ഇവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നൊരു കച്ചിത്തുരുമ്പ് പിടിച്ചാണ് ഞങ്ങളോട് എത്തിയത്, സന്ദീപ് വെളിപ്പെടുത്തി. അല്ലാതെ തെളിവൊന്നുമില്ലല്ലോ? ഒരു തെളിവുമില്ല. പക്ഷെ ചന്ദ്രബാബുവിനെ അവർ തട്ടിക്കൊണ്ടുപോയ ദിവസമാണ് കല്ലാറ്റുപടിക്കലെ പോത്ത് ഇടിവിട്ടേറ്റ് ചത്തത്. അന്ന് ഇവിടെ JCB ഒന്ന് കുഴിമാന്തി. അടുത്ത ദിവസം രാവിലെ പോത്തിൻ്റെ ശവം കൊണ്ടുവന്നിട്ട് കുഴിമൂടി. ഈ സംഭവങ്ങൾ തമ്മിൽ റിലേറ്റഡ് ആണ് എന്നാണ് ഞങ്ങളുടെ സംശയം. 18-ാം പട്ട തെങ്ങ് ഇതിനിടെ എങ്ങനെ കയറി? പോത്തിൻ്റെ ശവം മൂടിയ കുഴിക്കുമീത് പൊന്നൻ എന്ന തെങ്ങുകയറ്റ തൊഴിലാളി അന്നൊരു 18-ാം മാത്തിയുടെ തൈ വെച്ച്. അത് അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഇതിലേതാണ് ആ തെങ്ങ് എന്ന് എങ്ങനെ തിരിച്ചറിയും?
മൂന്നിനും ഏതാണ്ട് ഒരേ പ്രായം തന്നെ കാഴ്ചയിൽ. മോഹനൻ തെങ്ങൾ ഓരോന്നിനെയും മാറി മാറി നോക്കി. അന്യൻ്റെ പുരയിടാണ്, അനുവാദമില്ലാതെ തോന്നിടത്തൊന്നും കുളിക്കാൻ പറ്റില്ലല്ലോ. രാജഗോപാൽ സന്ദേഹം പ്രകടിപ്പിച്ചു. എന്തെങ്കിലും മാർഗമുണ്ടോ? സന്ദീപ് പറഞ്ഞു. JCB വന്ന് കുഴിയെടുത്തെങ്കിൽ അത് വലിയ കുഴിയായിരിക്കുമല്ലോ. കുഴിയെടുത്ത സ്ഥലത്ത് മണ്ണിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരും, മോഹനൻ പറഞ്ഞു. പക്ഷേ 22 വർഷം കൊണ്ട് മണ്ണെല്ലാം ഒരുപോലെ ആകില്ലേ? രാജഗോപാൽ ചോദിച്ചു. മണ്ണിന് ABCD അങ്ങനെ 4 അടുക്കുകളുണ്ട്. മേൽമണ്ണുള്ള അടുക്ക് ഹൈറൈസൺ എന്ന A, അതിനിടയിൽ ചെറിയ ചരലും മണ്ണും കലർന്നിട്ടുള്ള ഹൈറൈസൺ B, അതിന് താഴെ ചെങ്കല്ലും കുമ്മായക്കല്ലും ചൂരക്കല്ലുള്ള ഭാഗം ഹൈറൈസൺ C, അതിനിടയിലുള്ള പാറ ഹൈറൈസൺ D. JCB ഒന്ന് കുഴിക്കുമ്പോൾ ആദ്യത്തെ 3 ലെയറും മാന്തി വെളിയിലിടും. അതേ മണ്ണിട്ട് തന്നെയാണല്ലോ മൂടുന്നത്. അങ്ങനെ മൂടിയാലും ആദ്യത്തെ പോലെ അടുക്ക് ശരിയാവില്ല, മോഹനൻ വിശദീകരിച്ചു. 22 വർഷം കഴിഞ്ഞാലും? രാജഗോപാൽ ചോദിച്ചു. 50 വർഷം കഴിഞ്ഞാലും, അതായത് ലക്ഷോപലക്ഷം സൂക്ഷ്മജീവികളും അനേകം മൂലകങ്ങളും രാസഘടനകളും കാലാവസ്ഥയും എല്ലാം കൂടി ഒത്തുചേർന്ന നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഈ അടുക്കുകൾ അങ്ങനെ എത്തിയിരുന്നത്. അത് ഉഴുതു മറിച്ചിട്ട് വീണ്ടും കൂട്ടിയിട്ടാൽ പഴയ പോലെ ആവാൻ പിന്നെ നൂറ്റാണ്ടുകൾ വേണ്ടിവരും. കൃഷി ഓഫീസറുടെ വിശദീകരണം കേട്ടതോടെ സന്ദീപിൻ്റെ മുഖം തെളിഞ്ഞു. അപ്പോൾ ഈ 3 തെങ്ങിൻ്റെയും പരിസരം കുറച്ചു വീതം കുഴിച്ചു നോക്കിയാൽ നമുക്ക് എവിടെയാണ് മണ്ണിൻ്റെ അടുക്ക് തെറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലേ? ഓഫ് കോഴ്സ്, എന്താ സംശയം സാർ? അതുകൂടി ഒന്ന് പരിശോധിച്ച് പറയണം, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. സന്ദീപ് കൃഷി ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലേക്ക് അടുത്ത കരു നീക്കി വെച്ചു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുകിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.